സാധാരണ പ്രായാധിക്യം ചെന്ന് 70, 80, 90 ഒക്കെ വയസ്സിലുണ്ടാകുന്ന ഹാർട്ട് അറ്റാക്ക് ഇത് ചെറുപ്പക്കാരിലേക്ക് കൂടുതലായിട്ട് വരികയാണ്. കേരളത്തിൽ 45% ആൾക്കാർക്ക് അമിത കൊളസ്ട്രോളാണെന്ന് പറയുന്നത്. നെഞ്ചുവേദന ഉണ്ടെങ്കിൽ മാത്രമേ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവൂ എന്നുള്ള ആ പഴയ ധാരണ മാറ്റിമറിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ചെറുപ്പക്കാരിൽ പുതിയ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുകയാണ്. സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇപ്പോൾ ഉള്ള ഏറ്റവും വലിയൊരു ആശങ്ക എന്ന് പറയുന്നത് കോവിഡ് വാക്സിൻ എടുത്ത് അതിൻ്റെ സെക്കൻഡ് ഡോസൊക്കെ എടുത്ത ആളുകൾക്കാണ് കൂടുതലായിട്ടും ഹൃദയാഘാതം അതുകൊണ്ടാണ് വരുന്നത് എന്നൊരു ധാരണയുണ്ട് ആളുകൾക്ക്. ഈ ആൻജിയോപ്ലാസ്റ്റി ഒരു രക്തക്കൊഴൽ ചെയ്ത ശേഷം അവൻ അമിതമായി ഭക്ഷണം കഴിക്കുകയും മദ്യപിക്കുകയും പുകവലിക്കുകയും പ്രമേഹം ക്രമപ്പെടുത്താതിരിക്കുകയും പ്രഷർ ക്രമപ്പെടുത്താതിരിക്കുകയും കൊളസ്ട്രോൾ കുറയ്ക്കാതിരിക്കുകയും ചെയ്താൽ അടുത്ത രക്തക്കൊഴലുകളും താമസിയാതെ ബ്ലോക്ക് ഉണ്ടായി അവർക്ക് ഹാർട്ട് അറ്റാക്കിലേക്ക് പോവുകയാണ്. മരണത്തിന് മുമ്പ് കുടുംബക്കാർ മാതാപിതാക്കൾ പറഞ്ഞു അകാരണമായ ക്ഷീണം, അകാരണമായ തളർച്ച, ഉറക്കം, ശേഷിക്കുറവ് ഇതൊക്കെയാണ് അവർ കണ്ടത്. കഴിക്കാവുന്ന മദ്യവും കുടിച്ച് പുള്ളി കൂർക്കം വലിച്ച് കിടക്കുന്നു. പിറ്റേ ദിവസം ഭാര്യ തട്ടി വിളിക്കുമ്പോൾ ചലനമറ്റ് കിടക്കുന്നു, മരിച്ചു. അപ്പോൾ നമ്മുടെ ശരീരം എപ്പോഴെങ്കിലും ഒരു മാസങ്ങൾക്ക് മുമ്പോ ദിവസങ്ങൾക്ക് മുമ്പോ മണിക്കൂറുകൾക്ക് മുമ്പോ ഒരു ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ട്. എന്തൊക്കെയായിരിക്കും ആ ലക്ഷണങ്ങൾ? പ്രമേഹമില്ല, പ്രഷറില്ല, കൊളസ്ട്രോൾ കൂടിയിട്ടില്ലായിരുന്നു. കൃത്യമായിട്ട് വൈദ്യ പരിശോധനകൾ ചെയ്തുകൊണ്ടിരിക്കും. എന്നിട്ടും എങ്ങനെ ഇത് സംഭവിച്ചു? സീനിയർ കൺസൾട്ടൻറ്റ് കാർഡിയോളജിസ്റ്റായ ഡോക്ടർ ജോർജ് തയ്യലാണ് ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത്. വെൽക്കം ഡോക്ടർ. ഇന്ന് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം വളരെ കാലിക പ്രസക്തിയുള്ളൊരു വിഷയമാണ്. ചെറുപ്പക്കാർക്കിടയിൽ അവരുടെ കുഴഞ്ഞു വീണുള്ള മരണത്തെപ്പറ്റി. അതായത് 20 വയസ്സും ഒരു 45 വയസ്സിനും ഇടയിലുള്ള ധാരാളം ചെറുപ്പക്കാർ കുഴഞ്ഞു വീണതായിട്ട് നമ്മൾ ഈ അടുത്തിടെയായി കേൾക്കുന്നുണ്ട്. എന്താണ് ശരിക്കും ഹൃദയാഘാതം? ഈ ഹൃദയാഘാതം വരുന്നതിന് മുമ്പ് ശരീരം എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണിക്കുമോ? എന്തുകൊണ്ടായിരിക്കും ചെറുപ്പക്കാർക്കിടയിൽ ഇത്തരം ഒരു മരണങ്ങൾ ഉണ്ടാകുന്നത്? ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്ന ധാരാളം ആളുകൾക്കും ഇതുപോലെ പെട്ടെന്നുള്ള മരണം സംഭവിക്കുന്നുണ്ട്. എന്തൊക്കെ പ്രിവെൻഷൻ ഇതിനു വേണ്ടി ചെയ്യാൻ പറ്റും? എപ്പോഴാണ് നമ്മൾ ഡോക്ടറെ കാണേണ്ടത്? അങ്ങനെ കുറേ സംശയങ്ങളുണ്ട്. ഡോക്ടറിനോട് ചോദിക്കാം എന്ന് വിചാരിക്കുന്നു. എന്തായിരിക്കും ഈ ചെറുപ്പക്കാർക്കിടയിൽ ഇങ്ങനെയുള്ള പെട്ടെന്നുള്ള മരണങ്ങൾ ഉണ്ടാകാനുള്ളൊരു കാരണം? വളരെ പ്രസക്തമായ ഒരു ചോദ്യം. ഈ കഴിഞ്ഞ മാസങ്ങളിൽ, കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ, കഴിഞ്ഞ വർഷം ഏതാണ്ട് 2023 മുതൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നിരവധി സെലിബ്രിറ്റികൾ, ഡോക്ടർമാർ, അതുപോലെ ചെറുപ്പക്കാർ പെട്ടെന്ന് കുഴഞ്ഞു വീണ് ജോലി സമയത്ത് വീട്ടിൽ ഒക്കെ വീണ് പെട്ടെന്ന് മരിക്കുന്നതായിട്ട് നാം പത്രവാർത്ത കാണുന്നു. പത്രത്തിൽ വരാത്ത വാർത്തകൾ ഒത്തിരി സംഭവങ്ങൾ വേറെ ഉണ്ടെന്ന് ഓർക്കണം. അപ്പോൾ ഇന്നിതൊരു വളരെ ഏവരെയും ഭീതിയുടെ മുൾമുനയിൽ നിർത്തുന്ന ഒരു പ്രതിഭാസമായി മാറിക്കഴിഞ്ഞു. നാളെ നമ്മൾ ജീവിച്ചിരിക്കുമോ എന്ന് തന്നെ ഉള്ളൊരു പേടിയാണെന്ന് ഓർക്കണം മനുഷ്യർക്ക്. കാര്യം അത്രമാത്രം ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. എന്തുകൊണ്ടാണ് ഈ സാധാരണ പ്രായാധിക്യം ചെന്ന് 70, 80, 90 ഒക്കെ വയസ്സിലുണ്ടാകുന്ന ഹാർട്ട് അറ്റാക്ക് ഇന്ന് ചെറുപ്പക്കാരിലേക്ക് കൂടുതലായിട്ട് വരികയാണ്. പ്രായാധിക്യം ചെയ്തവരാണെങ്കിൽ അത് അപജയം കൊണ്ട്, ഡീജനറേഷൻ കൊണ്ട്, ഓരോ തരത്തിലുള്ള ആപത്ത് ഘടകങ്ങളുടെ അതിപ്രസരം കൊണ്ട് അവർക്ക് കൊളസ്ട്രോളും പ്രഷറും പ്രമേഹവും അല്ലെങ്കിൽ വ്യായാമക്കുറവും ദുർമേധസ്സും ഒക്കെ കൂടി അവർക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നത് സാധാരണ കൺവെൻഷനലായിട്ട് നാം കാണുന്ന ഒരു പ്രതിഭാസമാണ്. പക്ഷേ എന്തുകൊണ്ട് ഈ ചെറുപ്പക്കാർക്ക് ഊർജ്ജസ്വലമായിട്ട് ഓടിച്ചാടി നടക്കുന്ന, ഒത്തിരി നേരം ജോലി ചെയ്യുന്ന, ഉറക്കം ഇല്ലാതെ ജോലി ചെയ്യുന്ന, സമയത്തെ വെട്ടിപ്പിടിക്കുന്ന തരത്തിലുള്ള ജീവിതം നയിക്കുന്നവർക്ക് പെട്ടെന്ന് എന്തുകൊണ്ടുണ്ടാകുന്നു? വാസ്തവം പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് ഈ മരണത്തിനുള്ള കാരണവും. നാം പ്രകൃതിക്കെതിരായിട്ട് തിരിയുന്നു എന്നർത്ഥം. നമ്മുടെ ശരീരത്തിന് വേണ്ട വിശ്രമമോ തിരക്കേറിയ ജോലിയിൽ നിന്ന് നമ്മൾ വിടുതലായിട്ട് നമുക്ക് എപ്പോഴൊക്കെ നമ്മൾ ആ വിശ്രമ സമയത്തെ വെട്ടിച്ചുരുക്കിക്കൊണ്ട് നമ്മൾ അമിതാധ്വാനത്തിലേക്ക് പോകുന്നു, അതിനൊക്കെ ശരീരം വളരെ അഗ്രസീവായിട്ട്, വളരെ ഗുരുതരമായിട്ട് പ്രതികരിക്കുകയാണെന്ന് ഓർത്തോണം. അത് തന്നെയാണ് ഇതുപോലത്തെ സംഭവം. നമുക്ക് കഴിഞ്ഞ ആഴ്ചയിൽ നടന്ന ചെന്നൈയിൽ ഡോക്ടർ ഗ്രാഡ്ലിൻ റോയ് എന്ന് പറയുന്ന 39 വയസ്സുള്ള ഒരു കാർഡിയാക് സർജൻ, വളരെ മിടുക്കനായ കാർഡിയാക് സർജൻ, അദ്ദേഹം റൗണ്ട്സിനിടെ പെട്ടെന്ന് കുഴഞ്ഞു വീഴുകയാണ് ഉണ്ടായത്. അതുവരെ വളരെ വണ്ണമില്ലാത്ത, കൃത്യമായി കാര്യങ്ങളെല്ലാം നോക്കി, പുകവലിക്കുന്നില്ല, മദ്യമില്ല, ഒന്നുമില്ലാത്തൊരാൾ അദ്ദേഹം കുഴഞ്ഞു വീണ് മരിക്കുന്നു. പെട്ടെന്നുള്ള എല്ലാ തരത്തിലുള്ള ഡോക്ടർമാരായതുകൊണ്ട്, ആശുപത്രിയിലായതുകൊണ്ട് തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള സഹായ പരിശോധനകളും ചികിത്സകളും ഉടനടി നടത്തുന്നു. എക്മോ വരെ ചെയ്ത് കഴിഞ്ഞു. എക്മോയിൽ വരെ കണക്ട് ചെയ്ത് എല്ലാം നോക്കി. പക്ഷേ ആൾ
മരണപ്പെടുന്നു. കാരണം എന്താണ്? അതുപോലെ തന്നെ നാം തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 2023 ഗുജറാത്തിലെ ജാംനഗറിൽ ഡോക്ടർ സൗരഭ് ഗാന്ധി എന്ന് പറയുന്ന 41 വയസ്സുള്ള ഒരു കർഡിയോളജിസ്റ്റ്, അദ്ദേഹത്തിൻ്റെ ആ ചെറിയ ഹ്രസ്വകാലത്തിനിടയ്ക്ക് ഏതാണ്ട് 16,000 ആൻജിയോപ്ലാസ്റ്റികൾ ചെയ്തു. ദിവസം ഏതാണ്ട് 16 മുതൽ 18 മണിക്കൂറുകൾ വരെ ആശുപത്രിയിൽ ജോലി ചെയ്യുന്നു, വിശ്രമമില്ല. അദ്ദേഹം ഒരു ദിവസം വീട്ടിൽ കിടക്കാൻ നേരത്തെ എന്തോ അസ്വസ്ഥത വരുന്നു. ECG എടുക്കാൻ അടുത്ത ആശുപത്രിയിൽ പോകുന്നു. ECGയിൽ പരിവർത്തനങ്ങളൊന്നുമില്ല. തിരിച്ചു വരുന്നു. നേരം വെളുക്കുമ്പോൾ ഭാര്യ തട്ടി നോക്കുമ്പോൾ ചലനമറ്റ് കിടക്കുന്നു. 2024 ഡോക്ടർമാരല്ല, കേവലം 21 വയസ്സുള്ള അന്ന സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന എറണാകുളംകാരി ഒരു ചെറുപ്പക്കാരി, പൂനായിലെ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ്, പൂനായിൽ ജോലി ചെയ്യുന്നു. അവരും പെട്ടെന്ന് മരണപ്പെടുന്നു. കുറച്ചും കൂടെ പുറകോട്ട് പോവുകയാണെങ്കിൽ നമ്മളേത് 2022-23 കാലഘട്ടത്തിൽ, 22 അല്ലാന്ന് തോന്നുന്നു, പ്രശസ്ത ചലച്ചിത്ര താരം പുനീത് രാജ്കുമാർ, കന്നഡ രാജ്കുമാറിൻ്റെ മകൻ, ജിമ്മിൽ വളരെ അഗ്രസീവായിട്ടുള്ള തീവ്രമായിട്ടുള്ള വ്യായാമ പരിശീലനത്തിനിടെ, വർക്കൗട്ടിനിടെ പെട്ടെന്ന് കുഴഞ്ഞു വീഴുകയും ആശുപത്രിയിൽ കൊണ്ടുപോവുകയും ഏതാനും മണിക്കൂറുകൾക്കകം മരണപ്പെടുകയും ചെയ്യുന്നു. ഇതൊക്കെ സൂചിപ്പിക്കുന്നത്, ആ പുനീത് രാജ്കുമാറിൻ്റെ ഡോക്ടർ പറയുന്നത് അദ്ദേഹത്തിന് പ്രമേഹമില്ല, പ്രഷറില്ല, കൊളസ്ട്രോൾ കൂടിയിട്ടില്ലായിരുന്നു. കൃത്യമായിട്ട് അദ്ദേഹം വൈദ്യ പരിശോധനകൾ ചെയ്തുകൊണ്ടിരിക്കും. എന്നിട്ടും എങ്ങനെ ഇത് സംഭവിച്ചു? അത് തന്നെയാണ് നമ്മുടെ ഇപ്പോഴത്തെ വിഷയവും. ഇപ്പോൾ കൊളസ്ട്രോളും പ്രഷറും പ്രമേഹവും ഒക്കെ കൂടി ദുർമേധസ്സുള്ള, വ്യായാമം ചെയ്യാത്ത, പുകവലിക്കുന്ന ഒരാളെയാണ് നമ്മൾ ഹാർട്ട് അറ്റാക്കിലേക്ക് പോകുമ്പോൾ നമ്മൾ സങ്കല്പിക്കുന്നത്. ഇതൊന്നും ഇല്ലാത്ത ചെറുപ്പക്കാരുടെ കാര്യമാണ് നാം പറയുന്നത്. അത് തന്നെയാണ് അതിലെ തീവ്രതയും. ഇതിലൊക്കെ പറയാനുള്ളത്, ഇപ്പോൾ പുനീത് രാജ്കുമാറിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ, അമിതമായ ആയാസം, അധ്വാനം, വർക്കൗട്ട്, അതായത് ഓവർ ട്രെയിനിങ് സിൻഡ്രം എന്നാണ് അതിന് വൈദ്യഭാഷയിൽ ഞങ്ങൾ പറയുന്നത്. വ്യായാമം ചെയ്യുന്നതിനും എല്ലാത്തിനും അതിൻ്റേതായ ചില ലക്ഷ്മണ രേഖകളുണ്ടെന്ന് ഓർക്കണം. ഈ രേഖകൾ കടക്കുമ്പോഴാണ് ഒരാൾ അടിതെറ്റി തളർന്ന് വീഴുന്നത്. നാം വ്യായാമം ഒരു വാം അപ്പ് പീരീഡിലൂടെ തുടങ്ങുന്നു, വ്യായാമം ചെയ്യുന്നു. അതിനൊരു കൂൾ ഡൗൺ പീരീഡ് വേണം. അതിനൊരു റിക്കവറി ടൈം നമ്മൾ കൊടുക്കാതെ ശരീരത്തെ ഇട്ട് വലിച്ചുലയ്ക്കുകയാണെന്ന് ഓർത്തോണം. അത് ശരീരം താങ്ങുന്നില്ല. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ സ്ട്രെസ് ഹോർമോണുകളുടെ തിരയിളക്കമാണെന്ന് ഓർക്കണം. കോർട്ടിസോളും കറ്റക്കൊളാമിൻസും അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള സ്ട്രെസ് ഹോർമോണും കൂടുന്നു. ഹൃദയമിടിപ്പ് കൂടുന്നു, പ്രഷർ കൂടുന്നു. താൽക്കാലികമായിട്ട് പ്രഷറുള്ള രോഗി അല്ലെങ്കിലും കൂടുന്നു. അതോടനുബന്ധിച്ചിട്ടുള്ള ഹൃദയാഘാതവും പ്രയാസവും ഹൃദയസ്തംഭനവും ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഡോക്ടർ പറയുന്നത് നമ്മുടെ സ്ട്രെസ്സും നമ്മുടെ ജോലിഭാരവും നമ്മുടെ ഭക്ഷണത്തിലെ ശീലങ്ങളും ഇതൊക്കെ ആയിരിക്കാം ഈ ചെറുപ്പക്കാരെ ഇത്തരത്തിലുള്ള ഇതിലേക്ക് നയിക്കുന്നതെന്നാണോ? തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ഇപ്പോൾ ഏറ്റവും ഉണ്ടായിട്ടുള്ളൊരു കാര്യമാണ് സ്ട്രെസ്സ്. നമുക്ക് 24 മണിക്കൂർ പോരാ എന്നുള്ളതാണ്. ഇപ്പോഴത്തെ IT ഫീൽഡും കാര്യങ്ങളും നോക്കിക്കഴിഞ്ഞാൽ 24 പകരം ഒരു 30 മണിക്കൂർ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ട് ജോലി ചെയ്ത് തീർക്കാമായിരുന്നു എന്ന് ചിന്തിക്കുന്നവരാണ്. പക്ഷേ സർവശക്തനായ ദൈവം നമുക്ക് 24 മണിക്കൂർ തന്നിട്ടുള്ള അതിൽ 8 മണിക്കൂർ നമ്മളോട് വിശ്രമിക്കാൻ കൽപ്പിച്ചിട്ടുണ്ടെന്ന് ഓർക്കണം. നാം അതാരും ചെയ്യുന്നില്ല. 8 മണിക്കൂർ ഒരാൾ ഉറങ്ങണം. എന്തിനാണ് ഉറക്കം? ഉറക്കമാണ് ഏറ്റവും പ്രധാനം ഒരു മനുഷ്യൻ്റെ ചികിത്സയിൽ. ആ ചികിത്സയുടെ മുൻപന്തിയിൽ വരുന്ന 3-4 കാര്യങ്ങളാണ് കൃത്യമായ ഭക്ഷണം, കൃത്യമായ വ്യായാമം, കൃത്യമായ ഉറക്കം. അത് കഴിഞ്ഞിട്ടേ മരുന്നുകളും ചികിത്സകളൊക്കെ വരുന്നുള്ളൂ. ഉറക്കം എന്ന് പറഞ്ഞാൽ അന്ന് പകൽ നാം എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതിൻ്റെയൊക്കെ ഒരു പരിഹാര പ്രക്രിയയാണ് ഉറക്കത്തിലൂടെ നാം നടത്തുന്നത്. ആ ശരീരത്തിലുണ്ടായിട്ടുള്ള എല്ലാ തരത്തിലുള്ള വിസർജന വസ്തുക്കളും ബൗദ്ധികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ ഉള്ളത് അതിനെയൊക്കെ പുനർജീവിപ്പിക്കുക, പുനരുത്ഥാനം ചെയ്യുക എന്നൊരു പ്രക്രിയ ഉറക്കത്തിലൂടെ നടക്കുന്നുണ്ട്. മസ്തിഷ്കത്തിലും ശരീരത്തിലും എല്ലാം പരിപൂർണ്ണ ശാന്തമായ ഒരവസ്ഥയിൽ 8 മണിക്കൂറിൽ നമ്മെ ഒരു റിവൈവ് ചെയ്യുന്ന ഒരു പ്രവർത്തന പരിപാടിയാണ് അവിടെ നടക്കുന്നത്. അതിന് നാം അനുവദിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇന്ന് എത്ര പേര് 8 മണിക്കൂർ ഉറങ്ങും? കഷ്ടിച്ച് 4, 3 അല്ലെങ്കിൽ 5 മണിക്കൂർ ഉറങ്ങി ഓടുകയാണ്. ഉറക്കത്തിൻ്റെ കുറവ് ശരീരം എഴുതി വെക്കുമെന്നാണ് പറയുന്നത്. ശരീരം എഴുതി വെക്കും നീ എത്ര മണിക്കൂർ ഉറങ്ങിയില്ല എന്നുള്ളത്. അതനുസരിച്ചുള്ള ഓരോ കഷ്ടപ്പാടുകൾ നമുക്ക് വരും. അപ്പോൾ വിശ്രമിക്കാനോ അതനുസരിച്ച് ആ ചെയ്യുന്ന നമുക്ക് സ്ട്രെസ്സ് കൂടിയ ജോലി നമുക്ക് കുറച്ചുകൊണ്ട് വ്യായാമത്തിലേക്ക് ഒക്കെ പോയാലും ജോലി എത്ര കൂടുതൽ ചെയ്താലും അതിനനുസൃതമായിട്ട് ശരീരത്തെ വിശ്രമം നൽകി ഉറങ്ങി
ശാന്തമാക്കുവാനുള്ള ഒരു അവസരം നാം ശരീരത്തിനിപ്പം കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. ഇത് തന്നെ ഏറ്റവും വലിയൊരു പ്രതിഭാസമാണ്. ഇത് തന്നെയാണ് ആ അന്ന സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന 21 വയസ്സുള്ള ചെറുപ്പക്കാരി കുഴഞ്ഞു വീണ് മരിച്ചത്. 18 മണിക്കൂറായിരുന്നു അവർ ജോലി ചെയ്തത്. ഭക്ഷണം കൃത്യസമയം കഴിക്കാൻ പറ്റുന്നില്ല. ഏത് സമയത്തും കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ ഇരുന്നുള്ള ജോലിയാണെന്ന് ഓർക്കണം. ചാർട്ടേഡ് അക്കൗണ്ടൻ്റായ സ്ത്രീ കോർപ്പറേറ്റ് സ്ഥാപനത്തിൽ അമിതമായ പ്രഷറിൽ അവർ ജോലി ചെയ്യുകയാണെന്ന് ഓർത്തോണം. ഇത് താങ്ങാൻ അവർക്ക് പറ്റിയില്ല എന്നുള്ളതാണ്. അങ്ങനെ അടിപതറി വീഴുകയാണ് അവർ. അതുപോലെ തന്നെയാണ് ഡോക്ടർമാരുടെ കാര്യം. ഇപ്പോഴും ഒത്തിരി ഡോക്ടർമാർ ഇന്ന് ചെറുപ്പക്കാരിൽ ഏതാണ്ട് 12 ആഗോളമായിട്ട് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് ഒരു 27-30% ആൾക്കാർക്ക് ഇങ്ങനെയുള്ള കുഴഞ്ഞു വീഴലും ഒപ്പം മരണമൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. ചെറുപ്പക്കാർക്ക് ഏതാണ്ട് 12 മുതൽ 18% വരെ. ഡോക്ടർമാരുടെ ഇടയിലും മെഡിക്കൽ വിദ്യാർത്ഥികളുടെ ഇടയിലും കുഴഞ്ഞു വീഴുന്നവരുടെ സംഖ്യ ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. സ്ട്രെസ്സാണ് കൂടുതൽ, അത് കൂടുന്നു. ഇത്തരത്തിൽ നമ്മൾ പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ ശരീരം എപ്പോഴെങ്കിലും ഒരു മാസങ്ങൾക്ക് മുമ്പോ ദിവസങ്ങൾക്ക് മുമ്പോ മണിക്കൂറുകൾക്ക് മുമ്പോ ഒരു ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ട്. എന്തൊക്കെയായിരിക്കും ആ ലക്ഷണങ്ങൾ? തീർച്ചയായിട്ടും. ഇപ്പോൾ 2025 നിന്ന് നാം നോക്കുകയാണെങ്കിൽ പുതിയ തരത്തിലുള്ള അറ്റാക്കിനോ ഹൃദയസ്തംഭനത്തിനോ മരണത്തിനോ ചെറുപ്പക്കാരുടെ മരണത്തിന് മുമ്പുള്ള ലക്ഷണങ്ങൾ കണ്ടതായി പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ഈ കഴിഞ്ഞ ആഴ്ച അല്ലെങ്കിൽ 2 ആഴ്ചക്കുള്ളിൽ ബോംബെയിലെ KEM ഹോസ്പിറ്റലിലെ പത്തോളജിസ്റ്റ് ഡോക്ടർ പ്രദീപ് വൈദീശ്വർ 2018 മുതൽ 2024 വരെ അദ്ദേഹം ചെയ്ത ഔട്ടോപ്സി പരിശോധനകളെ വിശകലനം ചെയ്ത് പഠിച്ച് ഗവേഷണപരമായിട്ട് പഠിച്ചിട്ട് പ്രസിദ്ധീകരിക്കുകയുണ്ടായി ഈ 2 ആഴ്ചകൾക്ക് മുമ്പിൽ. അദ്ദേഹം വളരെ വിസ്മയകരമായ കണ്ടെത്തലുകളാണ് അദ്ദേഹത്തിനുണ്ടായത്. ഏതാണ്ട് 1300 സിസ്റ്റം ഔട്ടോപ്സികളാണ് അദ്ദേഹം ചെയ്തത്. അതിനിടയ്ക്ക് അതിലേതാണ്ടൊരു നല്ലൊരു ശതമാനം ചെറുപ്പക്കാരായിരുന്നു. ഏതാണ്ടൊരു ഈ 20 അല്ലെങ്കിൽ 40 വയസ്സിനിടയ്ക്കുള്ളവരൊക്കെ ഉണ്ടായിരുന്നു. അവരെങ്ങനെ മരിച്ചു എന്നുള്ളത് അദ്ദേഹം നോക്കിയപ്പോൾ അദ്ദേഹം കണ്ടത് മാതാപിതാക്കൾ വിചാരിക്കുന്നു തങ്ങളുടെ മകൻ 21, 22, 23 വയസ്സുള്ള മകൻ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്നു. ഏതാണ്ട് 1, 2, 3 മണിക്കൂറൊക്കെ വർക്കൗട്ട് ചെയ്യുന്നു. ഒരിക്കലും ചെയ്ത് കൂടാത്തത്. അതുകൊണ്ട് അവൻ ആരോഗ്യവാനാണ്. ഇതാണ് സമൂഹത്തിലൊരു തെറ്റായ ധാരണ. നമ്മുടെ ആയാസ നിലവാരവും അല്ലെങ്കിൽ നമ്മളുടെ വർക്കൗട്ടും നമ്മൾ ജിമ്മിൽ ചെയ്യുന്ന ആ ഒരു ശാരീരിക അമിതാധ്വാനവും അങ്ങനെ ശരീരത്തെ നമ്മൾ മോടി പിടിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന ആ ഒരു പ്രവർത്തനവും അങ്ങനെ ശരീരമുള്ള പയൽമാന്മാരും അവരുടെ ഹൃദയാരോഗ്യവും തമ്മിൽ ബന്ധമില്ലെന്നാണ് ഇപ്പോൾ തെളിയുന്നത്. ഹൃദയത്തെ ഗുണകരമായിട്ട് ബാധിക്കുന്നില്ല എന്നല്ല പറയുന്നത്. പക്ഷേ ഇങ്ങനെയുള്ളവർക്കെല്ലാം ആരോഗ്യപരമായ ഹൃദയം മാത്രമേ ഉള്ളൂ എന്നും അവർക്കൊരിക്കലും ഒന്നും സംഭവിക്കുകയില്ല എന്നുമുള്ള ധാരണ തെറ്റാണെന്നുള്ളതാണ്. തീർച്ചയായിട്ടും വ്യായാമം വേണം. ഹൃദയത്തിനെ നമ്മൾ ഉത്തേജിപ്പിച്ചുകൊണ്ട് ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തെ അതാണ് കാർഡിയാക് എക്സസൈസ് എന്നൊക്കെ പറയുന്നത്. അതിനൊക്കെ ഒരു നമ്മളിപ്പോൾ ഈ ലക്ഷ്മണദേഹ തെറ്റുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അതിനെല്ലാത്തിനും ഒരു ടൈമുണ്ട്. ഓവർ ട്രെയിനിങ് സിൻഡ്രം വരരുത്. ആ ഒരു പരിധി വിട്ടു പോകുമ്പോഴാണ് നമ്മുടെ ഹൃദയം അത് താങ്ങാതെ വരുന്നത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴാണ് ഈ വ്യായാമം അമിതമായിട്ട് കൂടുമ്പോഴും സ്ട്രെസ് അധികമായിട്ട് കൂടുമ്പോഴും ഒക്കെ നമ്മുടെ ഹൃദയത്തിന് ഏൽക്കുന്ന ആഘാതങ്ങൾ. നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ശരീരം ലക്ഷണങ്ങൾ കാണിക്കും അതിനെപ്പറ്റി ചോദിച്ചല്ലോ. എങ്ങനെയുള്ള ലക്ഷണങ്ങളാണ് കാണിക്കുന്നത്? ഈ താടിക്ക് വേദന, കൈയുടെ വേദന, ഹൃദയത്തിന് ചെറിയ പെയിൻ ഉണ്ടാവുക, അങ്ങനെയുള്ള വേദനകളൊക്കെ ഉണ്ടാവുമോ? അതായത് നാം ഓർക്കണം, ഹൃദയത്തിൻ്റെ ഹാർട്ട് അറ്റാക്കിനോടനുബന്ധിച്ച് വ്യവസ്ഥാപിതമായ അടിസ്ഥാനപരമായ ലക്ഷണം എന്നുള്ളത് നെഞ്ചുവേദനയാണ്. അതിന് അഞ്ചൈന എന്ന് ഞങ്ങൾ പറയും. അഞ്ചൈന പെക്ടോറിസ്, നെഞ്ച് പിരിഞ്ഞു മുറുകുന്ന ഒരു അനുഭൂതി, അല്ലെങ്കിൽ നെഞ്ചിൽ ആരോ കയറിയിരിക്കുന്നത് പോലെ, നെഞ്ചിൻ്റെ ശ്വാസം മുട്ടുന്നത് പോലെ, നെഞ്ച് പൊട്ടുന്നത് പോലെ ഒക്കെ ഉള്ളൊരു വേദന. അത് നെഞ്ചിനുള്ളിൽ ഇങ്ങനെ വരുന്നതാണ്. അതായത് കൊറോണറി ധമനികൾക്ക് ബ്ലോക്കുണ്ടായി ഹൃദയപേശികളിലേക്കുള്ള രക്തസഞ്ചാരം ദുഷ്കരമായി തടസ്സപ്പെട്ട് ആ ഹൃദയപേശികൾ ഒന്നൊന്നായി പ്രാണവായുവും പോഷക പദാർത്ഥങ്ങളും ലഭിക്കാതെ ചത്തൊടുങ്ങുന്നൊരവസ്ഥയിൽ നമുക്ക് ഈ വേദന ഉണ്ടാകുകയാണ്. ഇതാണ് ഇതിൻ്റെ വ്യവസ്ഥാപിതമായ കാരണം. ഇതൊക്കെ നമുക്ക് പ്രായമുള്ള ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നവരിൽ ഉണ്ടാകുന്നതാണ്. ചെറുപ്പക്കാരിൽ കണ്ടത് അതൊന്നുമല്ല. അതാണ് അതിനകത്ത് ഏറ്റവും അത്ഭുതകരമായ കാര്യം. ഡോക്ടർ പ്രദീപ് വൈദീശ്വറിൻ്റെ പഠനത്തിൻ്റെ വെളിച്ചത്തിൽ ചെറുപ്പക്കാരിൽ അദ്ദേഹം കണ്ട 20-നും 30-നും ഒക്കെ ഇടയ്ക്കുള്ള ഈ മരിച്ചവരിൽ മരണത്തിന് മുമ്പ് കുടുംബക്കാർ, മാതാപിതാക്കൾ പറയുന്ന അകാരണമായ ക്ഷീണം, അകാരണമായ തളർച്ച,
ഉറക്കം, ശേഷിക്കുറവ്, ഇതൊക്കെയാണ് അവർ കണ്ടത്. അതായത് ശരീരം ക്ഷയിക്കുന്നു, ശരീരത്തിൻ്റെ ത്രാണി പോകുന്നു, ക്ഷീണം, തളർച്ച, ഇതൊക്കെയാണ് അവർ കണ്ട ലക്ഷണങ്ങൾ. അല്ലാതെ നെഞ്ചുവേദനയൊന്നും ഉണ്ടായില്ലെന്ന് ഓർക്കണം. അപ്പം നെഞ്ചുവേദന ഉണ്ടെങ്കിൽ മാത്രമേ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവൂ എന്നുള്ള ആ പഴയ ധാരണ മാറ്റിമറിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ചെറുപ്പക്കാരിൽ പുതിയ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുകയാണ്. അകാരണമായ ക്ഷീണം, തളർച്ച, ശ്വാസമുട്ടൽ പോലും ഇല്ലെന്ന് ഓർത്തോണം. ഇങ്ങനെ വരികയാണ് ഈ അറ്റാക്കിന് മുമ്പ്. അങ്ങനെയുള്ളവരാണ് പിന്നെ ഈ ഹൃദയസ്തംഭനം മൂലം അങ്ങനെ വന്നു. അങ്ങനെ മാതാപിതാക്കളുടെ റിപ്പോർട്ടിൽ നിന്നാണ് ഈ 20-22 വയസ്സുള്ള മകന് ഇതുപോലുള്ള ലക്ഷണങ്ങളാണ് ഉണ്ടായിരുന്നത് മരണത്തിന് മുമ്പ് എന്ന്. ഇത് ദിവസങ്ങൾക്കുള്ളിലാണോ അതോ ഏതാനും ആഴ്ചകളോ ദിവസങ്ങളോ ഓക്കെ. ആ ഉള്ളിൽ വരുന്ന ഈ ക്ഷീണം വരുമ്പോൾ, തളർച്ച വരുമ്പോൾ അതെന്തെങ്കിലും അമിതാധ്വാനത്തിൻ്റെ ആണ് അല്ലെങ്കിൽ സ്ട്രെസ്സിൻ്റെ ആണെന്ന് മാതാപിതാക്കളോ ആരെങ്കിലും ധരിച്ചിട്ട് കുഴപ്പമില്ല, അത് വിശ്രമിച്ചാൽ മതി എന്ന് ഓർത്തിരിക്കും. പക്ഷേ ഈ അമിതമായ ക്ഷീണവും തളർച്ചയും ശേഷിക്കുറവും ഒക്കെ വരാൻ പോകുന്ന ഒരു ഹാർട്ട് അറ്റാക്കിൻ്റെ, ഒരു ഹൃദയാഘാതത്തിൻ്റെ മുഖലക്ഷണങ്ങളായിട്ട് നേരത്തെ വരുന്നതാണെന്ന് നാം കരുതേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് പുതിയ രോഗലക്ഷണങ്ങളെ നാം അറിയേണ്ടത്. ഇന്നത്തെ കാലത്ത് ആൾക്കാർ പുകവലിക്കാത്തവർ ഒത്തിരി ഉണ്ട്. കൊളസ്ട്രോളും ഷുഗറും പ്രമേഹവും ഒക്കെ പരിധിക്കുള്ളിൽ നിർത്തുന്നുണ്ട്. പക്ഷെ അവരുടെ ജീവിതശൈലി വേറെയാണെന്ന് ഓർത്തോണം. പണ്ടൊക്കെ നമ്മുടെ ആൾക്കാർ ഇതുപോലുള്ള ഒരു ആക്രാന്തമില്ലായിരുന്നു. ഈ ഒരു നിർമ്മിത ബുദ്ധിയും കൂടെ ഇപ്പം വരിക എന്ന് ഓർത്തോണം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതിനോടൊപ്പം എത്തുവാൻ മനുഷ്യനിങ്ങനെ പരക്കം പായുകയാണെന്ന് ഓർത്തോണം. കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ ഇരിക്കുന്നവർ മറ്റു അടുത്തുള്ള സഹപ്രവർത്തകയോ പ്രവർത്തകനോ ജോലി ചെയ്യുന്നതിനേക്കാൾ മെച്ചമായിട്ട് ജോലി ചെയ്യണം, അല്ലെങ്കിൽ കൂടുതൽ പ്രൊമോഷൻസ് വേണം, കൂടുതൽ പ്രൊഡക്റ്റീവാണെന്ന് മേലാൾക്കാരന്മാരെ കാണിക്കുവാനുള്ള ഒരു ത്രാണി, അതിനുള്ള ഒരു പരക്കം പാച്ചിൽ, ഇതൊക്കെയാണ് അവരെ തളർത്തുന്നത്. ഇവിടെയൊക്കെ പറ്റുന്നത് നമ്മുടെ ശരീരത്തെ നാം ഒരു പരിധിക്കുള്ളിൽ നിന്ന് പുറത്തേക്കെടുത്ത് വലിച്ചു മറിക്കുകയാണെന്ന് ഓർത്തണം. അത് ശരീരം താങ്ങുന്നില്ല. അവിടെയാണ് ഈ പോകുന്നതും. ഉറക്കവും ഭക്ഷണവും വിശ്രമവും ഒന്നുമില്ലാതെയുള്ള ഈ പരക്കം പാച്ചിലാണ്. ഇതിന് കൊളസ്ട്രോളും ഷുഗറും പ്രഷറുമായിട്ടൊന്നും ബന്ധമില്ലെന്ന് ഓർത്തോണം. അത് വേറെ അതില്ലാതെ തന്നെ ഇങ്ങനെയുള്ള അകാരണമായ ക്ഷീണവും തളർച്ചയും പ്രയാസവും ഒക്കെ ഉണ്ടായി ആൾക്കാർക്ക് പെട്ടെന്ന് ഹാർട്ട് അറ്റാക്കിലേക്ക് പോവുകയാണ്. ഇത് നാം തിരിച്ചറിയണം. പഴയ ആ വ്യവസ്ഥാപിതമായ രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ എന്തെങ്കിലും ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ മാത്രമേ ഡോക്ടറുടെയോ ആശുപത്രിയിലോ പോയി വൈദ്യ പരിശോധനയ്ക്ക് നമ്മൾ വിധേയമാകേണ്ടി വരുമുള്ളൂ എന്നുള്ള ആ ധാരണകളൊക്കെ മാറ്റേണ്ട കാലം കഴിഞ്ഞു എന്നർത്ഥം. ഇപ്പം ഡോക്ടർ ഇത്തരം കാരണങ്ങൾ ഡോക്ടർ പറഞ്ഞു, മെഡിക്കൽ സംബന്ധമായ കാര്യങ്ങളാണ്. അതുപോലെ തന്നെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇപ്പോൾ ഉള്ള ഏറ്റവും വലിയൊരു ആശങ്ക എന്ന് പറയുന്നത് കോവിഡ് വാക്സിൻ എടുത്ത് അതിൻ്റെ സെക്കൻഡ് ഡോസൊക്കെ എടുത്ത ആളുകൾക്കാണ് കൂടുതലായിട്ടും ഹൃദയാഘാതം അതുകൊണ്ടാണ് വരുന്നത് എന്നൊരു ധാരണയുണ്ട് ആളുകൾക്ക്. ഇതിനോട് ഡോക്ടർ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഇതിൽ എന്തെങ്കിലും വാസ്തവം? അത് തീർച്ചയായിട്ടും വളരെ വളരെ തെറ്റായ ഒരു വാർത്തയാണ് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഡോക്ടർമാരില്ലാതെ അതേപ്പറ്റി പറയും. നാം ഇത് ഓർക്കണം. എഡ്വേർഡ് ജെന്നർ എന്ന് പറയുന്ന ആളാണ് 1769 ആദ്യം സ്മോൾ പോക്സിനെതിരായിട്ട് വാക്സിൻ കണ്ടുപിടിക്കുന്ന 1700-കളിൽ എഡ്വേർഡ് ജെന്നർ. കൗപോക്സിൽ നിന്നാണ്. കൗപോക്സ് എന്ന് പറഞ്ഞാൽ പശുക്കൾ, അന്ന് വസൂരി രോഗം ഒത്തിരി പടർന്ന് പെട്ടെന്ന് ആൾക്കാർ മരിച്ചിരുന്ന സമയത്ത് പശുക്കളുമായിട്ട് അടുത്ത് ഇഴകി ജീവിച്ചിരുന്ന ആൾക്കാർക്ക് വസൂരി രോഗം വരുന്നില്ലെന്നും വന്നാൽ തന്നെ അതിൻ്റെ ഗൗരവം അതിൻ്റെ വളരെ കുറവാണെന്നും അവർ അതിജീവിക്കുന്നുവെന്ന് കണ്ട അദ്ദേഹം ആ പശുക്കളിലെ ആ ഒരു വാക്സിൻ എടുത്തപ്പോഴാണ് കൗപോക്സ് എന്ന് പറയുന്ന ഒരു പ്രത്യേകം വൈറസിൻ്റെ പ്രവർത്തനം മൂലമുണ്ടാകുന്ന സിറം അദ്ദേഹം എടുത്ത് മനുഷ്യരിൽ കുത്തിവെച്ചു. അതാണ് ആദ്യത്തെ വാക്സിനേഷൻ. അങ്ങനെയുള്ളവരെല്ലാം അതിൽ നിന്ന് അത്ഭുതകരമായി. അപ്പോൾ ഈ വാക്സിനേഷൻ എന്ന് പറഞ്ഞാൽ മനുഷ്യനെ രക്ഷിക്കാനുള്ള കാര്യം. നാം ഓർക്കണേ, 2019 വുഹാനിലാണ്, ഈ ചൈനയിലെ വുഹാനിൽ നിന്നാണ് കോവിഡ് പൊട്ടിപ്പുറപ്പെടുന്നതെന്ന് ഓർക്കണം. അവിടുത്തെ ഒരു മത്സ്യചന്തയിൽ ഇനാം പേച്ചി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വളരെ വികൃതമായ ജീവികളെ ഭക്ഷിക്കുന്ന ചൈനക്കാരിൽ ഈ വൈറസ് പടരുകയും ഇത് അതിശീഘ്രം വ്യാപനശേഷിയോടെ ലോകം മുഴുവൻ പടരുകയും അങ്ങനെ മനുഷ്യരെ കൊന്നൊടുക്കുകയും ചെയ്യുന്നൊരവസരത്തിൽ നാം എല്ലാം മരിക്കുമോ ജീവിക്കുമോ എന്നുള്ള ആക്രാന്തം പായുകയാണെന്ന് ഓർത്തോണം. നമുക്കറിയാം, ഒരു 2021-22 കാലഘട്ടത്തിൽ നാം എത്ര പേരാണ് ഒരു വാക്സിൻ കിട്ടാൻ വേണ്ടി ക്യൂ നിന്നതെന്ന് നാം ഓർക്കണം. ആശുപത്രിയിൽ ഇടിയായിരുന്നു കോവിഡ് വാക്സിൻ കിട്ടാൻ വേണ്ടി. അത്രമാത്രം പ്രയാസമായിരുന്നു.
വാക്സിൻ കൊണ്ട് പ്രയോജനമുണ്ടായി. തീർച്ചയായിട്ടും ഓർക്കണം നാം ആദ്യം ലോകത്തിലുണ്ടായ കോവിഡ് വാക്സിൻ എന്ന് പറഞ്ഞ് കോവാക്സിനാണ്. കോവിഷീൽഡ് വാക്സിന് അതൊരു അഡനോ വൈറസ് വെക്ടറിൻ്റെ ഒരു സാങ്കേതിക മികവോടുകൂടി ഉണ്ടാക്കിയ ഒരു വാക്സിനാണ്. അത് ഓക്സ്ഫോർഡ് സർവകലാശാല വികസിപ്പിച്ചെടുത്താണ്. ആസ്ട്രാസെനിക്ക എന്ന കമ്പനിയുടെ സാമ്പത്തിക സഹായത്തോടെ വികസിപ്പിച്ചെടുത്താണ്. അന്ന് തന്നെ അവർ പറഞ്ഞിരുന്നു, ഈ വാക്സിൻ കുത്തിവെക്കുമ്പോൾ അതിന് ചില വളരെ സമയപരിമിതമായ ഏതാനും ഒരു മാസത്തിനുള്ളിൽ, അതായത് 18 ദിവസം മുതൽ 44 ദിവസം വരെ ഉള്ളിൽ ചില ചില ശ്വാസം മുട്ടലോ ഇൻഫെക്ഷൻസോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകാം. അതിനുപരി ആയിട്ടൊന്നും തന്നെ സംഭവിക്കില്ല. പിന്നെ അന്ന് പറഞ്ഞിരുന്ന കാര്യമാണ് TTS, ത്രോംബോസിസ് ഓർ ത്രോംബോസൈറ്റോപെനിയ സിൻഡ്രം. ത്രോംബോസിസ് ആൻഡ് ത്രോംബോസൈറ്റോപെനിയ സിൻഡ്രം എന്ന് പറഞ്ഞാൽ ഈ വാക്സിൻ അപൂർവമായി ചിലരിൽ കട്ട പിടിപ്പിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കുന്നു. ചിലരിൽ ശ്വേതരക്താണുക്കളുടെ അളവ് കുറച്ചിട്ട് രക്തസ്രാവം ഉണ്ടാക്കാനുള്ള അതൊക്കെ വളരെ ഏതാനും ഒരു 1-1.5 മാസങ്ങൾക്കുള്ളിൽ അതിൻ്റെ എല്ലാം കഴിഞ്ഞു. ആ പാർശ്വഫലങ്ങളെല്ലാം തീർന്നു എന്നുള്ളതാണ്. അത് അല്ലെങ്കിൽ കുത്തുന്നിടത്ത് നീര് വെക്കുക, അലർജി ഉണ്ടാകുക, ഇതെല്ലാം ആ സമയത്ത് വാക്സിനുമായിട്ട്. പക്ഷേ വാക്സിൻ കൊണ്ട് നാം പരശതം കോടിക്കണക്കിന് ആൾക്കാരുടെ ജീവൻ രക്ഷിച്ചു എന്നുള്ളത് വിസ്മരിച്ചുകൊണ്ടാണ് ഈ പാർശ്വഫലങ്ങളെപ്പറ്റി നാം കുറ്റം പറയുന്നത്. ഇന്നും ആർക്കെങ്കിലും ചെറുപ്പക്കാർക്കോ ആർക്കെങ്കിലും ഹാർട്ട് അറ്റാക്ക് ഉണ്ടായാൽ അവർ പഴിയായിരുന്നത് കോവിഡ് വാക്സിൻ. തീർച്ചയായിട്ടും അത് തെറ്റാണ്. കോവിഡ് വാക്സിൻ മുഖാന്തരം കോവിഡിൻ്റെ പ്രത്യാഘാതങ്ങളും തുടർന്നു വന്ന ഓരോ തരത്തിലുള്ള കോവിഡ് വാക്സിൻ്റെ വകഭേദങ്ങളുടെ പ്രത്യാക്രമണവുമൊക്കെ നമ്മൾ നിർവീര്യമാക്കാൻ വേണ്ടി ഒരു പരിധിവരെ നമുക്ക് സാധിച്ചത് ഈ വാക്സിൻ എടുത്തുകൊണ്ട് മാത്രമാണെന്ന് ഓർക്കണം. അതിൻ്റെ ഗുണഫലങ്ങളെപ്പറ്റി നാം ഓർക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ വർഷം ICMR-ഉം ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചും ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസും സംയുക്തമായിട്ട് വളരെ പ്രഖ്യാതമായ ഒരു പഠനം നടത്തുകയും കോവിഡ് വാക്സിൻ കൊണ്ട് നമുക്ക് അടിസ്ഥാനപരമായ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നും അതൊന്നും അല്ല ഹാർട്ട് അറ്റാക്കിനും യുവാക്കളിലെയോ മധ്യവയസ്കരിലെയോ ഹാർട്ട് അറ്റാക്കിനോ ഹൃദയാഘാതത്തിനോ ഉള്ള കാരണം അതല്ലെന്നും അവർ സ്ഥാപിക്കുകയുണ്ടായി. അതേപ്പറ്റി അനാവശ്യമായിട്ട് നാം പ്രചരിപ്പിക്കുക എന്ന് മാത്രം. സ്ട്രെസ്സും ജോലിഭാരവും ഒക്കെ ആണ് ഇതിന് കാരണം എന്ന് പറഞ്ഞു. അതല്ലാതെ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് ഹൃദയാഘാതം വരാൻ സാധ്യത കൂടുതലാണ്. ഹൃദയത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളെന്ന് പറയുമ്പോൾ ഹൃദയത്തിൻ്റെ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഹൃദയത്തിനുള്ള രോഗങ്ങൾ നമുക്ക് കൃത്യം അറിയാം. ഒന്ന് ജന്മനാ ഉള്ള ഹൃദ്രോഗം, ജന്മജാത ഹൃദ്രോഗം. ജനിക്കുമ്പോൾ കുട്ടികളിൽ നവജാത ശിശുക്കളിൽ നാം കാണുന്ന ചില ഹൃദയാഘാതങ്ങളുണ്ട്, ഹൃദയരോഗങ്ങളുണ്ട്. അതിനെ നമ്മൾ പലപ്പോഴൊക്കെ ശസ്ത്രക്രിയ മുഖാന്തരമാണ് നാം അതൊക്കെ ക്ലിയറാക്കുന്നത്. ആ ഹൃദയം അല്ലെങ്കിൽ ആർജിച്ചെടുക്കുന്ന ഹൃദ്രോഗം കുറേ വലുതാകുമ്പോൾ കുട്ടികളുടെ സ്കൂളിൽ പോകുമ്പം വാതപ്പനി, റൊമാറ്റിക് ഫീവർ മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ, വാൽവുകളെ ബാധിക്കുന്ന അപചയം, കുറച്ച് മുതിർന്നു കഴിഞ്ഞാൽ ഈ ആപത് ഘടകങ്ങളുടെ പ്രഷർ, പ്രമേഹം, കൊളസ്ട്രോള് അല്ലെങ്കിൽ അമിതവണ്ണം, വ്യായാമക്കുറവ്, പുകവലി, സ്ട്രെസ്സ്, മദ്യപാനം, ഇതൊക്കെ മുഖാന്തരം നമ്മുടെ ശരീരം മലീമസമാകുമ്പോൾ കാലാന്തരത്തിൽ നമ്മുടെ ഹൃദയധമനികളിൽ കൊഴുപ്പടിയുകയും കാൽസ്യം അടിയുകയും അത് അവിടെ ഒരു പ്ലാക്ക് ഉണ്ടാകുകയും അവിടെ ഒരു കൊഴുപ്പ് നിക്ഷേപം ഉണ്ടാകുകയും അത് കാലക്രമേണ ഒരു ദിവസം ഏതെങ്കിലും ഉദ്ദീപന ഘടകങ്ങളാൽ പ്രസിപ്പിറ്റേറ്റിംഗ് ഫാക്ടേഴ്സ് ഘടകങ്ങളാൽ അത് പൊട്ടുകയും അവിടെ ഒരു രക്തക്കട്ട ഉണ്ടാകുകയും അത് ഹാർട്ട് അറ്റാക്കിലേക്ക് പോവുകയും ചെയ്യുന്നു. അപ്പം ഒന്നില്ലെങ്കിൽ ജന്മനായുള്ള ഹൃദ്രോഗം അത് ഹാർട്ട് അറ്റാക്കിലേക്ക് പോകുന്നില്ല എന്ന് ഓർക്കണം. അല്ലെങ്കിൽ അത് കൊറോണറി ധമനികൾക്ക്, ഹൃദയ ധമനികൾക്കുണ്ടാകുന്ന എന്തെങ്കിലും വൈകല്യങ്ങൾ കൊണ്ട് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാം ചെറുപ്പക്കാർക്ക്. അങ്ങനെയുണ്ട്. ഹാർട്ട് അറ്റാക്കിലേക്ക് നയിക്കുന്ന പണ്ട് മുതലുള്ള അടിസ്ഥാനപരമായ 8-9 ആപത് ഘടകങ്ങൾ എന്തൊക്കെയാണ്? വർദ്ധിച്ച കൊളസ്ട്രോള്, ക്രമീകരിക്കപ്പെടാത്ത പ്രമേഹം, വർദ്ധിച്ച രക്തസമ്മർദ്ദം, പുകവലി, ഇതൊക്കെ പണ്ട് കാലം നമ്മളുള്ളതാണ്. പുകവലി അല്ലെങ്കിൽ ദുർമേധസ്, വ്യായാമരാഹിത്യം, വ്യായാമക്കുറവ്, സ്ട്രെസ്സ്, മദ്യപാനം, ഇങ്ങനെയുള്ള 8-9 ആപത് ഘടകങ്ങളുണ്ടെങ്കിൽ ഹൃദ്രോഗം ഉണ്ടാകാനുള്ള സാധ്യത ഏതാണ്ട് 85% വരെ ഉണ്ടെന്ന് പ്രസിദ്ധമായ ഇൻ്റർ ഹാർട്ട് പഠനമൊക്കെ നമ്മുടെ ഇന്ത്യക്കാരനായ സലിം യൂസഫ് ചെയ്ത ഒരു പ്രഖ്യാതമായ ഒരു പഠനത്തിൽ ഇതൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ക്രമപ്പെടുത്തുകയും കൃത്യമായ ചെക്കപ്പുകളിലൂടെ ഇത് കണ്ടുപിടിച്ചുണ്ടെങ്കിൽ അതിനെ ഭക്ഷണ ജീവിത ക്രമീകരണങ്ങൾ കൊണ്ടും ചികിത്സകൾ കൊണ്ടും
വേണ്ടി വന്നാൽ ചികിത്സകൾ കൊണ്ടും ക്രമപ്പെടുത്തി പോവുകയാണെങ്കിൽ 85-90% വരെ ഹൃദ്രോഗത്തിൻ്റെ പിടിവിട്ട് നിൽക്കാമെന്ന് അസന്നിഗ്ധം തെളിയപ്പെട്ടിട്ടുണ്ടെന്ന് ഓർക്കണം. അത് ആ റിസ്ക് ഫാക്ടേഴ്സ്. പക്ഷേ ഇന്ന് നാം കാണുന്ന ഈ ചെറുപ്പക്കാരിലെ കാര്യങ്ങളും ഇതുമായിട്ട് വലിയ ബന്ധമില്ലെന്ന് ഓർക്കണം. ഇതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സൊക്കെ വേറെയാണ്. ഡോക്ടർ, ഇപ്പോൾ ധാരാളം ആളുകൾക്ക് പെട്ടെന്നുണ്ടാകുന്ന അസ്വസ്ഥതയും നെഞ്ചുവേദനയൊക്കെ വന്ന് ആശുപത്രിയിൽ പോകുന്ന ധാരാളം ആളുകൾക്ക് ആൻജിയോപ്ലാസ്റ്റി ചെയ്യാറുണ്ട്. ഇപ്പോൾ ഈ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നതും അവരുടെ ഹൃദയത്തിനുണ്ടാകുന്ന പ്രശ്നങ്ങളുമൊക്കെ മുൻകൂട്ടി നമുക്ക് എന്തെങ്കിലും അസ്വസ്ഥതകൾ തോന്നുമോ? അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഉണ്ടാകുന്നത്? നമ്മൾ ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത് നാം എന്താണെന്ന് ആദ്യം ഓർക്കണം. ആൻജിയോപ്ലാസ്റ്റി എന്ന് പറഞ്ഞാൽ ആൻജിയോപ്ലാസ്റ്റി കണ്ടുപിടിക്കുന്നത് ജർമ്മൻകാരനായ ആന്ത്രിയാസ് ക്രുൻസിക് 1977 അന്ന് ജർമ്മൻകാരൻ, പക്ഷേ സ്യൂറിച്ചിൽ ജോലി ചെയ്തു. അദ്ദേഹം 1977 സെപ്റ്റംബർ മാസമാണ് ലോകത്തിൽ ആദ്യമായിട്ടൊരു ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നത്. ആൻജിയോപ്ലാസ്റ്റി എന്ന് പറഞ്ഞാൽ നാം ഹൃദയധമനിയിലുണ്ടാകുന്ന രക്തക്കട്ട അല്ലെങ്കിൽ കൊഴുപ്പ് നിക്ഷേപം അല്ലെങ്കിൽ ബ്ലോക്ക്, ആ ബ്ലോക്കിനെ അലിയിച്ച് കളയുന്ന മരുന്നുകളുണ്ട്. ഒരു പരിമിതി വരെ അതിന് പ്രയോജനമുണ്ട്. പക്ഷേ ഏറ്റവും റെവല്യൂഷണറി ആയിട്ട് വളരെ വിപ്ലവകരമായ ഒരു ചികിത്സ ഹൃദ്രോഗ രംഗത്തുണ്ടായത് ആന്ത്രിയാസ് ക്രുൻസിക്കിൻ്റെ ഈ ആൻജിയോപ്ലാസ്റ്റി എന്ന ആശയം മുന്നോട്ട് വന്നതോടുകൂടിയാണെന്ന് ഓർക്കണം. പരശതം ആൾക്കാരുടെ ജീവൻ രക്ഷിക്കുവാൻ സാധിച്ചു എന്നുള്ളതാണ്. ഒരു കത്തീറ്റർ കൊണ്ട് ഈ ബ്ലോക്കുള്ള സ്ഥലത്ത് ചെന്ന് ഒരു ബലൂൺ കത്തീറ്റർ, ആ ബലൂൺ വികസിപ്പിച്ച് ആ ബ്ലോക്ക് വികസിപ്പിച്ച് അതിലൂടെയുള്ള രക്തസഞ്ചാരം സുഗമമാക്കി അത് വീണ്ടും ചുരുങ്ങാതിരിക്കാൻ വേണ്ടി അവിടെ ഒരു ലോഹനിർമ്മിത സ്റ്റെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ലോഹനിർമ്മിത ചുരുളാണ്. അത് എക്സ്പാൻഡബിളാണ്. അതവിടെ വെക്കുന്നു, പ്ലേസ് ചെയ്യുന്നു. പിന്നീട് അത് അവിടെ രക്തക്കട്ട വീണ്ടും ഉണ്ടാകാതിരിക്കാനുള്ള മരുന്നുകൾ കൃത്യമായിട്ട് കൊടുക്കുന്നു. ഞങ്ങൾ ഡോക്ടർമാർ അത് കൊടുക്കാൻ നിഷ്കർഷിക്കുന്നു. അങ്ങനെ വലിയ കുഴപ്പം കൂടാതെ മുന്നോട്ട് പോകുന്നു. പിന്നീട് എപ്പോഴെങ്കിലും ഈ പറഞ്ഞ ശരി വീണ്ടും ഈ രക്തക്കട്ടകൾ ഉണ്ടായി ബ്ലോക്കുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? ഇങ്ങനെ ആൻജിയോപ്ലാസ്റ്റി ചെയ്തവരില്ല. വരാം. ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ സാധാരണ പറയുന്നത് ഇൻസ്റ്റൻറ്റ് സ്റ്റെനോസിസ്, സ്റ്റെൻറ്റിനുള്ളിൽ രക്തക്കട്ട വരാം, അതിനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ കുറേ കഴിയുമ്പം പുതിയ മറ്റ് ഹൃദയധമനികളിൽ പുതിയതായിട്ടുള്ള ബ്ലോക്കുകൾ ഉണ്ടാകാം. അല്ലാതെ ആൻജിയോപ്ലാസ്റ്റി ചെയ്തെടുത്ത് തന്നെ രക്തക്കൊട്ട ഉണ്ടാകണം എന്നുള്ളത് പല കാരണങ്ങളാണ്. നമ്മൾ ഓർക്കണം, ഹൃദയധമനിയുടെ ഉൾപ്പാളി ആയ ഇൻറ്റീമ എന്ന് ഞങ്ങൾ പറയും. വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു ലെയർ ഓഫ് സ്കിൻ ലെയറാണത്. ഇൻറ്റീമ എൻഡോത്തീലിയൽ സെൽസിൻ്റെ കോശങ്ങളുടെ ഒരു കൂടാണത്. അവിടെ നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് വളരും, കോശ വളർച്ച ഉണ്ടാകും എന്നുള്ളതാണ്. കോശത്തിൻ്റെ നമ്മളിപ്പോൾ ഒരു കയ്യെ തന്നെ നമ്മളിവിടെ പിടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ വളരും. അതാണ് ഈ മനുഷ്യ ശരീരത്തിൻ്റെ ഒരു പ്രത്യേകത. അല്ലെ, നമ്മുടെ എവിടെയെങ്കിലും തിരുമ്മിക്കൊണ്ടൊരു ദിവസം അവിടെ തഴമ്പുണ്ടാകുന്ന പോലെ, നമ്മുടെ തഴമ്പെന്ന് പറഞ്ഞാൽ അത് തന്നെയല്ല. അവിടെ ഹാർഡായിട്ടിരിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും കൂടുതൽ ആയിട്ട് നമ്മൾ അവിടെ ഒരു ഇത് കൊടുക്കുമ്പോൾ, പ്രഷർ കൊടുക്കുമ്പോൾ അവിടെ ഒരു കട്ടിയാവുകയാണ് എന്ന് പറയുന്ന പോലെ വെറുതെ ഇരുന്ന ഒരു എൻഡോത്തീലിയൽ സെല്ലിൻ്റെ അവിടെ നമ്മൾ എന്തെങ്കിലും ഒരു ചുരുളോ കാര്യങ്ങളോ ഇട്ടാൽ അവിടെ കോശ വളർച്ചയും അത് വളർന്നുണ്ടാകാനുള്ള സാധ്യതയും വരും. അതിനൊക്കെ എതിരായിട്ട് ഞങ്ങൾ മരുന്നുകൾ കൊടുക്കാറുണ്ട്. ഈ സ്റ്റെൻറ്റ് ഇട്ടവർക്ക് വീണ്ടും സ്റ്റെൻറ്റിനുള്ളിൽ രക്തക്കട്ട ഉണ്ടാകാതിരിക്കാനും കോശ വളർച്ചയും കാര്യങ്ങളൊന്നും വരാതിരിക്കാനും ഒക്കെയുള്ള രക്തം നേർപ്പിക്കുന്ന ക്ലോപ്പിഡോഗർ, ആസ്പിരിൻ, ഇങ്ങനെ ടിക്കാഗ്രലോൾ, ഇങ്ങനെയുള്ള വളരെ വളരെ അതിനൂതന ഔഷധങ്ങൾ നാം കൃത്യമായിട്ട് സേവിക്കണമെന്ന് ഇവരോട് പറയാറുണ്ട്. അതായത് ആൻജിയോപ്ലാസ്റ്റി ചെയ്ത ഏതാനും മാസങ്ങൾക്കുള്ളിൽ, ഏതാണ്ട് ഒരു 6 മാസങ്ങൾക്കുള്ളിൽ ഒരു 2 തരം മരുന്ന്, അതിനുശേഷം വർഷങ്ങൾ കഴിയുമ്പോൾ വേണമെങ്കിൽ 1 തരം മരുന്ന്, കൃത്യമായ പരിശോധനകൾ, ആശുപത്രിയിലെ ട്രെഡ്മിൽ പരിശോധന, ഇതൊക്കെ ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് അതിനുശേഷം ഈ മരുന്നുകൾ സേവിച്ച് ഡോക്ടർമാരെ കൃത്യമായിട്ട് കണ്ട് ട്രെഡ്മിൽ ചെയ്ത്, അതായത് ഇങ്ങനെയുള്ള പരിശോധനകളും എക്കോയും ഒക്കെ ചെയ്ത് അതിനെന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അതും പരിഹരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ വലിയ കുഴപ്പം കൂടാതെ നമുക്ക് മുന്നോട്ട് പോകാമെന്ന് ഓർക്കണം. നമ്മളൊന്നിനും ഒരു ചികിത്സയും ഒരു ഗ്യാരണ്ടി അല്ലെന്ന് ഓർക്കണം. ഒരിക്കലും ഒരാൾക്ക് പറയാൻ പറ്റില്ല ഇത് ചെയ്തു ഇനി നീ പാട്ടും പാടിപ്പോക്കോ, നീ പുകവലിച്ചോ, നീ കൊളസ്ട്രോളും നോക്കണ്ട, എന്ത് വേണമെങ്കിലും കഴിച്ചു. നോ, കൊളസ്ട്രോൾ കൂടുകയും ഇതിന് ശേഷം ഈ ആൻജിയോപ്ലാസ്റ്റി ഒരു രക്തക്കൊഴൽ ചെയ്ത ശേഷം അവൻ അമിതമായി ഭക്ഷണം കഴിക്കുകയും മദ്യപിക്കുകയും പുകവലിക്കുകയും പ്രമേഹം ക്രമപ്പെടുത്താതിരിക്കുകയും പ്രഷർ ക്രമപ്പെടുത്താതിരിക്കുകയും കൊളസ്ട്രോൾ കുറയ്ക്കാതിരിക്കുകയും ചെയ്താൽ അടുത്ത രക്തക്കൊഴലുകളും
താമസിയാതെ ബ്ലോക്ക് ഉണ്ടായി അവർക്ക് ഹാർട്ട് അറ്റാക്കിലേക്ക് പോവുകയാണ്. ഓക്കെ. അപ്പോൾ മനുഷ്യ ശരീരം രോഗാതുരമായി കഴിഞ്ഞാൽ അതിനെ പിടിയിൽ ഒതുക്കുവാനുള്ള ക്രിയാത്മക പരിപാടികൾ നമ്മൾ സജീവമായി സംവിധാനം ചെയ്യുക എന്നുള്ളതാണ് രോഗി ചെയ്യേണ്ടത്. ഓക്കെ, മനസ്സിലായി. രോഗിക്ക് അത് ഡോക്ടർ പറഞ്ഞു കൊടുക്കും. ജന്മനാ ഹാർട്ട് അറ്റാക്ക്, അതായത് പാരമ്പര്യ സഹജമായിട്ട് ഹൃദ്രോഗം ഉണ്ടാകുന്ന ആൾക്കാരുണ്ട്. അതാണ് ജനിതകപരമായ പ്രവണത എന്ന് നാം പറയും. അത് വളരെ ശക്തമാണ്. അങ്ങനെയുള്ള അവരുടെ മക്കള് നമ്മൾ ട്രീറ്റ്മെന്റുകൾ എടുത്തുകൊണ്ടിരിക്കണം. കൂടുതൽ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അങ്ങനെയുള്ളവർ മറ്റുള്ളവരെക്കാളും കൂടുതൽ ശ്രദ്ധിക്കുക. കാര്യം ജനിതകപരമായ ഫാമിലി ഡിസ്പോസിഷൻ, പാരമ്പര്യ സഹജമായ ഈ പ്രവണതയാണ് മറ്റേത് ആപത്ഘടകങ്ങളെക്കാളും ശക്തി ആർജിച്ച് മുന്നിൽ നിൽക്കുന്നതെന്ന് ഓർക്കണം. അത് നോൺ മോഡിഫയബിൾ റിസ്ക് ഫാക്ടറാണ്. മറ്റേ പ്രമേഹമോ പ്രഷറോ കൊളസ്ട്രോളോ പുകവലിയോ അമിതവണ്ണോ ഇതൊക്കെ നമുക്ക് മോഡിഫൈ ചെയ്യാം, നമുക്ക് അതിനുള്ള പ്രതിവിധികൾ ചെയ്ത് കുറയ്ക്കാം. പക്ഷേ പാരമ്പര്യത്തെ നമുക്ക് മാറ്റാൻ പറ്റില്ല. പക്ഷേ അങ്ങനെയുള്ളവർ, ആ ജനറ്റിക് ഡിസ്പോസിഷനുള്ളവർ മറ്റ് ആപത്ഘടകങ്ങൾ കർശനമായി നിയന്ത്രിച്ചുകൊണ്ട് ഇതിൻ്റെ നിർവീര്യമാക്കാൻ വരെ സാധിക്കുമെന്നാണ് പുതിയ പഠനങ്ങൾ പറയുന്നത്. അതായത് ജീൻസ് നമുക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാനുള്ള ഒരു ഉദ്ദീപനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിലും അതിനെ പിന്താങ്ങുന്ന മറ്റ് ആപത്ഘടകങ്ങളെ നമ്മൾ കർശനമായി പിടിയിലൊതുക്കുക, ക്രമപ്പെടുത്തുക വഴി ഈ ജീനിൻ്റെ അമിത ഈ പ്രവർത്തനത്തെ നിർവീര്യമാക്കുവാൻ ഒരു പരിധിവരെ സാധിക്കുമെന്ന് പുതിയ പഠനങ്ങൾ പറയുന്നു. പക്ഷെ അതിന് രോഗി തയ്യാറാകണമെന്നർത്ഥം. നാം ഇപ്പോൾ ഒരു കൊളസ്ട്രോളുമായിട്ട് ഒരാൾ കൂടുതൽ വന്നാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കൊളസ്ട്രോളിൻ്റെ ലെവല് ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് പഠനങ്ങൾ 2025 പഠനങ്ങൾ വെച്ച് പറയുകയാണെങ്കിൽ ഏതാണ്ട് ഒരു 170 ഞങ്ങൾ ടോട്ടൽ കൊളസ്ട്രോൾ പറയുന്നത്. 200 അല്ല, താഴെ 170. അതിന് താഴെ ഈ LDL എന്ന് പറയുന്ന സാന്ദ്രത കുറഞ്ഞ അപകടകാരിയായ കൊളസ്ട്രോളുണ്ട്. LDL ഇപ്പോൾ എല്ലാവരും LDLലാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. സാന്ദ്രത കുറഞ്ഞ അപകടകാരിയായ കൊളസ്ട്രോൾ, ചീത്ത കൊളസ്ട്രോൾ എന്ന് പറയും. അതിൻ്റെ ലെവൽ 70 താഴണം. ഒരു രോഗങ്ങളൊന്നും ഇല്ലാത്തവരില്ല. ഹാർട്ട് അറ്റാക്കൊക്കെ ഉണ്ടാവില്ല, അത് 55 മില്ലിഗ്രാം പെർ ഡെസിലിറ്ററിൽ താഴണം. ഒന്ന് ആലോചിച്ച് നോക്കി. പക്ഷേ നാം കേരളത്തിൽ 45% ആൾക്കാർക്ക് അമിത കൊളസ്ട്രോളാണെന്ന് പറയുന്നത്. പ്രൊഫസർ സലീം യൂസഫ് കനേഡിയൻ, നമ്മുടെ മലയാളിയാണ്, പക്ഷേ കാനഡയിലുള്ള ആ ഗവേഷകൻ നടത്തിയ വളരെ പ്രഖ്യാതമായ ഒരു പഠനത്തിൽ ഈ ഹാർട്ട് അറ്റാക്കും ബൈപ്പാസ് ഓപ്പറേഷനും കഴിഞ്ഞിട്ട് ഇതിന് അവശ്യമായ മരുന്നുകൾ കഴിക്കുന്നവരുടെ സംഖ്യ 15-20% മാത്രം ഡോക്ടർമാർ എഴുതി കൊടുക്കുന്നു. 80% പേർ ഈ മരുന്ന് കൃത്യമായി കഴിക്കുന്നില്ല. അപ്പം നാം അതാണ് അതിൻ്റെ പാരഡോക്സ് എന്ന് ഓർക്കണം. നമ്മൾ ഡോക്ടർമാർ പറയുന്നു ഇന്നത് ചെയ്യാൻ, പക്ഷെ അത് ചെയ്യാതിരിക്കുകയും വീണ്ടും രോഗത്തിലേക്ക് നാം കുപ്പുകുത്തുകയുമാണ് ഉണ്ടാകുന്നത്. എന്നിട്ട് ആ ചികിത്സ ശരിയായില്ല, ചെയ്തത് ശരിയായില്ല എന്ന് പറഞ്ഞിട്ട് കാര്യം. ഇപ്പം ഡോക്ടർ പറയുന്നു എന്താണ് നമ്മുടെ ചെറുപ്പക്കാരിൽ ഇത് വരാനുള്ള കാരണങ്ങളെപ്പറ്റി നേരത്തെ സംസാരിച്ചു. ഒരു കാര്യം ചോദിക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ചെറുപ്പക്കാർ മദ്യപാനത്തെക്കാൾ ഉപരി ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ഒരുപാട് പേരുണ്ട്. ജീവിത പഠിക്കാൻ വേണ്ടി പുറത്തു പോകുന്നവർ, അതുപോലെയുള്ള ഈ പറഞ്ഞ സ്ട്രെസ്സിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടൊക്കെ ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട്. പുകവലിക്കുന്നതായിട്ടായാലും അല്ലാതുള്ള രീതികളിലൊക്കെ ആയാലും ഇങ്ങനെയുള്ളവർക്കും റിസ്ക് ഫാക്ടർ കൂടുതലല്ലേ? തീർച്ചയായിട്ടും. നമുക്ക് ഇതേപ്പറ്റി പറയുകയാണെങ്കിൽ ഈ ഡ്രഗ്സ് ഉപയോഗിച്ചിട്ടുള്ളവരിൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെ പറ്റിയുള്ള പഠനങ്ങൾ ഇനിയും പ്രസിദ്ധീകരിക്കേണ്ടിയിരിക്കുന്നു. ഇത് പുതിയതായിട്ട് വന്നൊരു പ്രതിഭാസമാണെന്ന് ഓർത്ത്. നമുക്ക് മദ്യത്തെപ്പറ്റി അറിയാം, നമുക്ക് പുകവലിയെപ്പറ്റി അറിയാം. പക്ഷേ ഈ ഡ്രഗ്സ് ഇങ്ങനെയുള്ള വിവിധ തരത്തിലുള്ള അതിൻ്റെ പേരുകൾ തന്നെ എനിക്ക് പരിചിതമല്ല. ആ തരത്തിലുള്ള ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് അത് ശരീരത്തിൽ എന്തെല്ലാം തരത്തിലുള്ള നമ്മുടെ മസ്തിഷ്കത്തെ തളർത്തുന്നു, സ്വഭാവത്തെ മാറ്റുന്നു, ജീവിതചര്യകളെ മാറ്റുന്നു എന്നതിലുപരി ഹൃദയത്തെയോ മറ്റ് അവയവങ്ങളിൽ ഏൽപ്പിക്കുന്ന ആഘാതങ്ങളെപ്പറ്റി വലിയ പഠനങ്ങൾ നടന്നിട്ടില്ല നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് പക്ഷേ എന്നാലും തീർച്ചയായിട്ടും അത് ഈ കൊക്കൈനൊക്കെ ഉപയോഗിക്കുന്നവരുണ്ട് അമേരിക്കയിലോ അല്ലെങ്കിൽ പുറത്തൊക്കെ കൊക്കൈൻ യൂസേഴ്സ് ഉണ്ട്. അതുപോലെയുള്ളവർക്കൊക്കെ ഹാർട്ടിൻ്റെ പ്രത്യേക തരത്തിലുള്ള പലതരത്തിലുള്ള ഹൃദയാഘാതങ്ങൾ ഉണ്ടാകുന്നതായിട്ട് തെളിഞ്ഞിട്ടുണ്ട്. മറ്റുള്ളവരെക്കാളും ഹൃദയാഘാതം ഉണ്ടാകുവാനുള്ള സാധ്യത വർദ്ധിക്കുന്നതായിട്ട് പഠനങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിലും ഈ ഇന്ത്യയിലോ അല്ലെങ്കിൽ ഇപ്പം കാണുന്ന ഈ ചെറുപ്പക്കാരിൽ ഇപ്പോൾ അമിതമായിട്ട് കാണുന്ന ഈ ഡ്രഗ്സ് പലതരത്തിലുള്ളത് നമുക്കറിയില്ല. അതെന്തെല്ലാം തരത്തിലുള്ള പ്രത്യാഘാതങ്ങളാണ് ശരീരത്തിൽ ഉണ്ടാക്കുന്നതിനെപ്പറ്റി പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രം. അതേപ്പറ്റി നമുക്ക് തീർച്ചയായിട്ടും ശരീരത്തെ തളർത്തുന്നു,
മസ്തിഷ്കത്തെ തളർത്തുന്നു, ബൗദ്ധികമായിട്ടുള്ള നിലവാരത്തെ തളർത്തുന്നു, ചിന്താശക്തിയെ തളർത്തുന്നു, ശാരീരികമായിട്ടുള്ള ശേഷിയെ തളർത്തുന്നു, എല്ലാം ചെയ്യുന്നു. ഇത് ഒരു രോഗാതുരതയിലേക്ക് മാറുകയും അവന് ആ വ്യക്തിയുടെ ജീവിതം ഈ പറയുന്നത് പോലെ വളരെ കഷ്ടകരമായി മാറുകയും ചെയ്യുന്നു. എന്നതുപരി അത് നേരിട്ട് അതൊരു ഹാർട്ട് അറ്റാക്കിലേക്ക് ബാധിക്കും എന്നതിനെപ്പറ്റി നമുക്ക് വ്യവസ്ഥാപിതമായിട്ടുള്ള പഠനങ്ങളില്ല ഇപ്പോൾ. അതുപോലെ തന്നെ ഇപ്പം ഡയറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, അതുപോലെ ജിമ്മിൽ വർക്കൗട്ട് ചെയ്തിട്ട് ബോഡി ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന, ഇതൊന്നും ആരും ചിലപ്പോൾ ഇവരൊക്കെ ആരെങ്കിലും ഒക്കെ അനുകരിച്ചിട്ടായിരിക്കും അല്ലെങ്കിൽ സ്വയമായിരിക്കും ഇതൊക്കെ ചെയ്യുന്നത്. ഇത്തരത്തിൽ ചിലപ്പോൾ എന്തെങ്കിലും അസുഖമുള്ള ആളുകൾക്കാണെങ്കിലും ഇപ്പം ജിമ്മിലൊക്കെ വർക്കൗട്ട് ചെയ്ത് ശരീരം ബിൽഡ് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടാവും, ഡയറ്റ് ചെയ്ത് അവരുടെ തടി കുറയ്ക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവും. ചില ആളുകളാണെങ്കിൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ ഇഷ്ടമുള്ളതെല്ലാം വാരി വലിച്ച് കഴിക്കുന്ന സ്വഭാവമുള്ളവരുണ്ടാവും. ഇത്തരം കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? വളരെ നല്ല ചോദ്യം. നാം ഓർക്കണം, ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ജിമ്മിൽ വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ചാടി ഇറങ്ങുക, നേരം വെളുക്കുക, 5 മണിക്കൂർ കട്ടൻ കാപ്പിയും കുടിച്ച് നേരെ ജിമ്മിൽ പോകുന്നോ, തെറ്റ്. നമ്മൾ ചെറുപ്പത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യായാമ പദ്ധതി കുഴപ്പം കൂടാതെ മുന്നോട്ട് കൊണ്ടുപോകാം. പക്ഷേ പ്രത്യേകിച്ച് ഒരു 40 വയസ്സ് 30 വയസ്സിലേക്ക് ആദ്യമായിട്ട് വ്യായാമ പദ്ധതി തുടങ്ങുന്ന ഒരു വ്യക്തിയാണെങ്കിൽ കർശനമായും വൈദ്യ പരിശോധനയ്ക്ക് വിധേയമായ ശേഷം മാത്രമേ ഒരു വ്യായാമ പദ്ധതിയിൽ ഏർപ്പെടാവൂ. അതായത് നിസ്സാരമായ ഒരു നടപ്പിൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. ഒരു വർക്കൗട്ടോ ജിമ്മിലോ ഒരു കാര്യങ്ങളോ എന്തെങ്കിലും അമിതാധ്വാനം വേണ്ടി വരുന്ന എന്തെങ്കിലും തരത്തിലുള്ള ഒരു എക്സസൈസ്, ഒരു വ്യായാമ പദ്ധതിയിലേക്കും പോകുന്നതിന് മുമ്പ് നമുക്ക് ഹൃദ്രോഗമുണ്ടോ, നമുക്ക് ട്രെഡ്മിൽ ടെസ്റ്റ് ചെയ്യണം. ഒരു ട്രെഡ്മിൽ ടെസ്റ്റ് ചെയ്ത് നാം ഏതാണ്ട് 6-8 മിനിറ്റിനകം നമുക്ക് എന്തെങ്കിലും ഹൃദ്രോഗത്തെ ഉദ്രവിപ്പിക്കുന്ന തരത്തിലുള്ള ECGയിൽ ചേഞ്ചസ് ഉണ്ടോ, അല്ലെങ്കിൽ പ്രഷർ കൂടുന്നുണ്ടോ, കൊളസ്ട്രോൾ ഉണ്ടോ, ഷുഗറുണ്ടോ, മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടോ ഇന്ന് ഡോക്ടർ വിലയിരുത്തിയ ശേഷം മാത്രമേ വ്യായാമ നിലവാരം ആ ഡോക്ടർ പറയുകയുള്ളൂ. ഹാർട്ട് അറ്റാക്കിന് ശേഷം പോകുമ്പോൾ നമ്മൾ പറയും ഇത്ര സ്റ്റെപ്സ് എടുക്കാവുള്ളൂ, ഇത്ര ദിവസം ഇത്ര മാത്രമേ നടക്കാവുള്ളൂ, അല്ലെങ്കിൽ ചെന്ന വീട്ടിൽ ഹാർട്ട് അറ്റാക്കുമായി ചെന്ന ശേഷം ഉടനെ ഓടിച്ചാടി ഇറങ്ങരുത്. അതിനൊരു 10-15 ദിവസം വീട്ടിൽ വിശ്രമിക്കണം, അല്ലെങ്കിൽ 3 ആഴ്ച വിശ്രമിക്കണം. അതിനുശേഷം മിതമായി ആയാസം ചെയ്ത് മാസങ്ങൾ കൊണ്ട് വേണം പഴയ നിലയിലേക്ക് എത്താൻ. ഇതിനിടയിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ നെഞ്ചിലുണ്ടാകുകയോ ശ്വാസം മുട്ടുകയോ തളർച്ച ഉണ്ടാകുകയാണെങ്കിൽ നേരിട്ട് ആശുപത്രിയിൽ വരണം, ഡോക്ടറെ ചികിത്സകനെ കാണണം. എന്നിട്ട് അതിലെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് അറിയണം. അല്ലാതെ വ്യായാമം എന്നുള്ളത് പൊതുവേ പറയുകയാണെങ്കിൽ ചെറുപ്പം മുതൽ ചെയ്യുന്നവരുണ്ട്, സ്കൂൾ കാലം മുതൽ. പക്ഷെ അതൊക്കെ ഇപ്പോൾ വളരെ കുറവാണ്. അങ്ങനെയുള്ളവർക്ക് തുടർന്നു കൊണ്ടുപോകാം, അത് അവരുടെ ഒരു ശീലമായി കഴിഞ്ഞു. അല്ലാതെ പെട്ടെന്നൊരു ദിവസം ഒരു 30-40 വയസ്സ് 50 വയസ്സിൽ ചെയ്യാമെന്ന് ഓർക്കുന്നവർ തീർച്ചയായിട്ടും വൈദ്യപരിശോധനയ്ക്ക് ശേഷം അത് ഡോക്ടർ പറയും എന്തൊക്കെ ചെയ്യണമെന്ന്. അതിനുശേഷം ചിലപ്പോൾ കർഡിയോമയോപ്പതി രോഗമുള്ളവരായിരിക്കാം. കർഡിയോമയോപ്പതി എന്ന് പറഞ്ഞാൽ മസിലിൻ്റെ ഹൃദയപേശികളുടെ സങ്കോചന ക്ഷമതയ്ക്ക് കേൾക്കുന്ന ആഘാതമാണ്. പക്ഷേ അത് സങ്കോചിക്കാതെ വന്നാൽ ശ്വാസം മുട്ടും പെട്ടെന്ന് ഉള്ള മരണവും ഒക്കെ സംഭവിക്കാം. ഹൈപ്പർട്രോഫിക് കർഡിയോമയോപ്പതി, ഹാർട്ട് കട്ടിയാകുന്ന ഒരു പ്രത്യേകതരം കർഡിയോമയോപ്പതിയാണ്. ഫുട്ബോൾ അത്ലറ്റ്സിലൊക്കെ പെട്ടെന്നുണ്ടാകുന്ന മരണത്തിൽ ഔട്ടോപ്സി ചെയ്ത് നോക്കുമ്പോൾ ചിലപ്പോൾ അതാണ് കാണുന്നത്. അത് ഹൈപ്പർട്രോഫിക് കർഡിയോമയോപ്പതി. പെട്ടെന്ന് ഊർജ്ജസ്വലമായിട്ട് ഓടി വരുമ്പോൾ അതിൻ്റെ ആ പ്രഷറും ഒക്കെ കൂടി ഹാർട്ടിൻ്റെ ഇടത്തേക്ക് കീഴറയുടെ നിന്ന് രക്തം പോകാനുള്ള തടസ്സമുണ്ടായി പെട്ടെന്ന് മരിക്കുകയാണ് ഉണ്ടാകുന്നത്. ഇങ്ങനെയുള്ള പലതരത്തിലുള്ള നമുക്കറിയാൻ മേലാത്ത കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും കൃത്യമായ ഒരു പരിശോധന എന്ന് പറഞ്ഞാൽ ഒരു ഡോക്ടറിൻ്റെ അടുത്ത്, കാർഡിയോളജിസ്റ്റിൻ്റെ അടുത്ത് ചെല്ലുകയാണെങ്കിൽ അതിനൊരു പ്രോട്ടോക്കോളുണ്ട്. ആ പ്രോട്ടോക്കോൾ ഒരു ദിവസം കൊണ്ട് ചെയ്ത് തീർക്കാവുന്നതേ ഉള്ളൂ. ഒരു എക്കോ ടെസ്റ്റ്, ഒരു ട്രെഡ്മിൽ ടെസ്റ്റ്, അല്ലെങ്കിൽ ഒരു രക്തപരിശോധന. ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഒരാളുടെ ഒരു നിലവാരം നമുക്ക് അറിഞ്ഞു കഴിഞ്ഞു. അദ്ദേഹത്തിന് അമിതവണ്ണമുണ്ടോ, പുകവലിക്കുകയാണെങ്കിൽ അതിൻ്റെ കാര്യം പറയണം, അല്ലെങ്കിൽ വ്യായാമ നിലവാരം, രക്തം നോക്കുമ്പോൾ ഷുഗർ, കൊളസ്ട്രോൾ കാര്യങ്ങൾ കൂടിയിട്ടുണ്ടോ, വിറ്റാമിൻ D കുറവാണോ, അല്ലെങ്കിൽ എക്കോ ചെയ്യുമ്പോൾ മറ്റ് പ്രശ്നങ്ങളുണ്ടോ, ട്രെഡ്മില്ലിൽ കുഴപ്പമുണ്ടോ, ഇതെല്ലാം കൃത്യമായ പരിശോധനകളിലൂടെ വളരെ നല്ല ഒരു ടെസ്റ്റ് ആക്യുറസിയിൽ സൂക്ഷ്മതയോടെ അത് കണ്ടെത്തുവാനുള്ള പരിശോധനകളും ഡിവൈസസൊക്കെ ഇന്ന് നമുക്ക് ഉണ്ടെന്ന് ഓർക്കണം. വൈദ്യശാസ്ത്രത്തിൽ അത് ഉപയോഗപ്പെടുത്തുക മാത്രമേ ആവശ്യമുള്ളൂ എന്ന് ഓർക്കണം. ഭക്ഷണ കാര്യത്തിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? അതെ, ഭക്ഷണമാണല്ലോ നമ്മുടെ മലയാളികളുടെ ഒരു പ്രശ്നം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മാംസം ഭക്ഷിക്കുന്നവർ മറ്റാരും അല്ല, ആരാണ്? മലയാളിക്കും ഭക്ഷണം കഴിക്കാൻ ആക്രാന്തമാണ്, അല്ലേ? ഭക്ഷണത്തിന് അടിമയായി കഴിഞ്ഞു. ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. ഞാൻ എൻ്റെ ഒപ്പം ഈ വേൾഡ് ഹാർട്ട് ഡേ സെപ്റ്റംബർ 29
വേൾഡ് ലോക ഹൃദയ ദിനത്തിൽ പബ്ലിഷ് ചെയ്യാനിരിക്കുന്ന പ്രകാശനം ചെയ്യാനിരിക്കുന്ന എൻ്റെ പുതിയ പുസ്തകത്തിൽ ഒരാളുടെ ചരിത്രം ഒരു കഥ പറയുന്നുണ്ട് ഭക്ഷണത്തെപ്പറ്റി. ഒരു വ്യവസായി, ഒരു ബിസിനസ്സുകാരൻ കൃത്യം ഒരു 11 മണിക്ക് ബിസിനസ് കടയൊക്കെ അടച്ചു വരുന്നു. അമിതവണ്ണമുള്ള ബിസിനസ്സുകാരൻ വന്നിട്ട് വയറ് നിറച്ച് ഭക്ഷണം, പ്രത്യേകിച്ച് ബീഫോ ഏതാണ്ടൊക്കെ കഴിക്കുന്നു. അങ്ങനെ ബീഫൊന്നും ഇറച്ചിയൊന്നും രാത്രിയിൽ തുടരുത്. അതേപ്പറ്റി ഞാൻ പറഞ്ഞു വരികയാണ്. അതൊക്കെ കിടന്ന് ഇങ്ങനെ മെഷീൻ പോലെ ദഹിപ്പിക്കാൻ വേണ്ടി ഹാർട്ട് വർക്ക് ചെയ്യുകയാണെന്ന് ഓർത്തോണം. ഇവനിങ്ങനെ കിടക്കും കരിക്കല്ല് പോലെ ശരീരത്തിൽ. ബീഫും അടിച്ചു, പുള്ളിയുടെ കഴിക്കാൻ വന്ന മദ്യവും കുടിച്ച് പുള്ളി കൂർക്കം വലിച്ച് കിടക്കുന്നു. പിറ്റേ ദിവസം ഭാര്യ തട്ടി വിളിക്കുമ്പോൾ ചലനമറ്റ് കിടക്കുന്നു, മരിച്ചു. അതിൻ്റെ കാരണങ്ങളെപ്പറ്റിയാണ് ഞാൻ അതിനകത്ത് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്? നാം ഓർക്കണം, നമുക്ക് ഭക്ഷണത്തിനെ പറ്റിയൊക്കെ നമ്മുടെ പൂർവികന്മാർ എഴുതി വെച്ചിട്ടുണ്ട്. വാക്പടനും ചരകനും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എങ്ങനെ ഭക്ഷണം കഴിക്കണം, ശുശ്രൂതനും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എന്ന് 2000 വർഷങ്ങൾക്ക് മുമ്പ്, സൂര്യാസ്തമനത്തിന് മുമ്പ് വേണം ഭക്ഷണം കഴിക്കാൻ. സായിപ്പ് അതേ കഴിക്കുള്ളൂ. സായിപ്പിൻ്റെ അത്താഴം എന്ന് പറഞ്ഞാൽ 6-7 മുമ്പ് കഴിക്കുവാൻ. നമ്മളിവിടെ 11-12 മണിക്ക് കഴിച്ചിട്ട് ഒരൊറ്റ ചാട്ടമാണ് ബെഡിലേക്ക്. ഇത്രയും അശാസ്ത്രീയമായിട്ടുള്ളൊരു ഭക്ഷണ ശൈലി. 6-7 മണിക്ക് അല്ലെങ്കിൽ 6:30 മുമ്പ് ഭക്ഷണം കഴിക്കുക. അപ്പോൾ കിടക്കാറാകുമ്പോൾ ഏകദേശം അത് ദഹിച്ചിട്ടുണ്ടാവും. അപ്പം ഹാർട്ടിന് പിന്നെ വിശ്രമിക്കുക. ഹാർട്ട് രാത്രിയിൽ വിശ്രമിക്കണം. പിറ്റേ ദിവസം ജോലി ചെയ്യേണ്ടതല്ലേ. നമ്മുടെ ഈ ആക്രാന്തം മുഴുവൻ താങ്ങുന്ന ഹാർട്ടല്ലേ ഒരു മലയാളിയുടെ, ഒരു മനുഷ്യൻ്റെ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അതിനുള്ള അവസരം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഭക്ഷണം ഒന്ന് കഴിക്കേണ്ട സമയം സൂര്യാസ്തമനത്തിന് മുമ്പ്, കഴിവതും രാത്രികളിൽ മാംസ ഭക്ഷണം ഒഴിവാക്കുക. കാരണം അത് ദഹിക്കാൻ ഒത്തിരി സമയമെടുക്കും. അത് വേണമെങ്കിൽ ഉച്ചയ്ക്കോ ഒക്കെ കഴിക്കാൻ നിങ്ങൾക്ക് അത്യാവശ്യമാണെങ്കിൽ ഭക്ഷണം കഴിവതും കുറയ്ക്കുക, അളവ് കുറയ്ക്കുക. അത് വൈകുന്നേരങ്ങളിൽ കഴിവതും വളരെ എളുപ്പത്തിൽ കഴിക്കുന്ന ഭക്ഷണമാക്കുക. മദ്യം പാടെ ഒഴിവാക്കുക. അത് പറ്റി പറയേണ്ട. പിന്നെ മദ്യം ഞങ്ങൾ നോന്നേ പറയൂ. അതിനുശേഷമാണ് നമ്മൾ പിന്നെ ഈ പറഞ്ഞ പോലെ കുറേ കഴിഞ്ഞിട്ട് ഒരു 10 മണിക്കോ ഒക്കെ ആയിട്ട് ഉറങ്ങുന്നത്. 10-11 ഓരോരുത്തരുടെ ജീവിതശൈലി അനുസരിച്ച് എന്ത് കഴിക്കണം എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അപ്പം നമ്മൾ സമയം പറഞ്ഞു. തീർച്ചയായിട്ടും ഇപ്പോൾ ടിൻ ഫുഡാണ്. ഇപ്പം നമുക്ക് സമയമില്ലല്ലോ. നമുക്കിപ്പോൾ എല്ലാം ഓർഡർ ചെയ്യല്ലേ നമ്മൾ. എന്നിട്ട് അത് കുറേ അങ്ങോട്ട് പെട്ടെന്ന് കഴിച്ചു തീർക്കും എന്നുള്ളതാണ്. സമയമെടുത്ത് കഴിക്കണമെന്നാണ് പറയുന്നത്. ഭക്ഷണം സമയമെടുത്ത് കഴിക്കണം. കാരണം ഭക്ഷണം കഴിക്കുന്നതിൻ്റെ സറ്റൈറ്റി ലെവൽ, അതായത് നമുക്ക് വിശപ്പ് പോയി എന്നറിയുന്ന ലെവലാണ് സറ്റൈറ്റി ലെവൽ. എനിക്ക് വിശപ്പ് പോയി, ഐ ആം സാത്ത് എന്ന് പറയല്ലേ. എൻ്റെ വിശപ്പ് കുറഞ്ഞു എന്നറിയണമെന്ന് വരുന്ന മുകളിൽ നിന്നാണ്, ഹൈപ്പോതലാമസിൽ നിന്നാണ്. അപ്പോൾ വയറിൻ്റെ സ്ട്രെച്ചും ഈ മസ്തിഷ്കവുമായിട്ടുള്ള ബന്ധമുണ്ട്. ഈ ബന്ധത്തിൻ്റെ സ്പീഡിൽ പോകുന്നതിനേക്കാൾ കൂടുതലായിട്ടാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഭക്ഷണം ഉള്ളിലേക്ക്. എന്ന് വെച്ചാൽ സാവധാനം കഴിക്കണമെന്നർത്ഥം. വയറ് സ്ട്രെച്ച് ചെയ്യുമ്പോഴാണ് നിനക്ക് മടുത്തു, നിനക്കായി, നിൻ്റെ വയറ് നിറഞ്ഞു എന്നുള്ള സിഗ്നൽ മുകളിൽ പോകുന്നതും നാം നിർത്തുന്നതും. പക്ഷെ അതിനുള്ള അവസരം നാം കൊടുക്കുന്നില്ല. ആ മസ്തിഷ്കത്തിൻ്റെ സ്പീഡിനേക്കാളും കൂടുതലായിട്ട് സ്പീഡിലാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. നമുക്ക് വിശപ്പ് വരുന്നത് വയറിൻ്റെ സ്ട്രെച്ച് അനുസരിച്ചാണ്. ഒത്തിരി കഴിച്ച് കുടവയറന്മാരോ വയറൊത്തിരി സ്ട്രെച്ചായിട്ടിരിക്കുന്നവർക്കാണ് ഒന്നും കഴിച്ചാൽ മതിയാവാത്തത്. എൻ്റെ അടുത്ത് പലരും മെലിയാനുള്ള റെസിപ്പിയായിട്ട് വരുമ്പോൾ ഞാൻ ഏറ്റവും പറയുന്നത് 3 പ്രാവശ്യമോ 2 പ്രാവശ്യമോ ഇത്രയും കഴിക്കുന്നതല്ല, ഒരു 6 പ്രാവശ്യം പക്ഷി കഴിക്കുന്ന പോലെ കുറച്ച് കഴിക്കുക. അങ്ങനെ കഴിച്ച് നിങ്ങളുടെ ഭക്ഷണം ആമാശയം ചുരുങ്ങും. ഇത് ശാസ്ത്രീയമായിട്ട് തെളിയപ്പെട്ടിട്ടുള്ളതാണ്. ആമാശയം ചുരുങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ അല്പം കൂടുതൽ ഭക്ഷണം ഇട്ടാൽ ഉടനെ നിങ്ങൾക്ക് മതി. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ പിന്നെയും വിശക്കും. അപ്പോൾ എന്തെങ്കിലും ശകലം കഴിക്കുക. അങ്ങനെയാണ് നമ്മൾ വയറൊക്കെ കൂടാതിരിക്കുന്നത്. അപ്പം കഴിക്കുന്നതിൻ്റെ അളവ്, കഴിക്കുന്ന സമയം, പിന്നെയുള്ളത് എത്ര പ്രാവശ്യം കഴിക്കണമെന്നുള്ളത്. നമ്മളിപ്പം ചെറിയ അളവാണെങ്കിൽ നമുക്കൊരു 3-4 പ്രാവശ്യം. വലിയ അളവ് കഴിക്കുന്നതിനോട് ഞാൻ അഭിപ്രായപ്പെടുന്നില്ല. വലിയ അളവ് കഴിക്കരുത് എന്നുള്ളതാണ്. കഴിവതും പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും അടങ്ങുന്ന ഭക്ഷണം കൂടുതൽ കഴിക്കുക. പച്ചക്കറികൾക്ക് നമ്മൾ ഇടം കൊടുക്കുക. ഇറച്ചിയെപ്പറ്റി ഞാൻ പറഞ്ഞു. അത് പ്രത്യേകിച്ച് ഈ ബീഫ് പോലുള്ള ഭക്ഷണങ്ങളൊക്കെ നമ്മൾ കഴിവതും ഒഴിവാക്കുക. അല്ലെങ്കിൽ ഈ ചെറുപ്പക്കാരോടൊക്കെ പറഞ്ഞാൽ അവർക്ക് എന്നോട് ദേഷ്യം വരും. അതൊക്കെ അവരുടെ ഭക്ഷണം അതായിരിക്കും ഒരു പക്ഷേ. അത് കുറയ്ക്കുക. അല്ലെങ്കിൽ പകൽ സമയമാക്കുക. രാത്രിയിൽ അത് അധികം ലേറ്റായിട്ട് കഴിക്കാതിരിക്കുക. പച്ചക്കറികളും മത്സ്യത്തിൽ ഏറ്റവും നല്ലത് കടൽ മത്സ്യം. ആ കടൽ മത്സ്യത്തിലാണ് ഒത്തിരി പ്രോട്ടീനുണ്ട്, ഒത്തിരി ഒമേഗ-3 ഫാറ്റി ആസിഡ്സ് ഉണ്ട്. ഇതൊക്കെ കടൽ മത്സ്യത്തിലുള്ളത് കൊണ്ട് അത് കഴിക്കാം. കറി വെച്ച് കഴിക്കാം. വറുക്കുമ്പോൾ എണ്ണയും കൂടി ആയി കഴിഞ്ഞു.
എണ്ണയായി കഴിഞ്ഞു. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. വറുത്തതും പൊരിച്ചതും മാംസവും ഒക്കെ കുറച്ചിട്ട് വർജിച്ചിട്ടല്ലേ കുറച്ചിട്ട് കൂടുതൽ കറി, എണ്ണ കുറച്ചുള്ള കറികൾ, പച്ചക്കറികൾ, കാർബോഹൈഡ്രേറ്റ്സ് ഏറ്റവും കുറയ്ക്കുക. ഇത്രയും ചോറ് എടുക്കാതെ നിങ്ങൾക്ക് ആരോഗ്യവും സൗന്ദര്യമൊക്കെ നോക്കുന്നവരാണെങ്കിൽ ഏറ്റവും കുറച്ച് കാർബോഹൈഡ്രേറ്റ്സും കൂടുതൽ പച്ചക്കറികളും. ഭക്ഷണശേഷം ഉടനെ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം എന്താണ്? നടക്കണം. പലർക്കും അതറിയില്ല. ഭക്ഷണശേഷം നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ പറ്റുമെങ്കിൽ 15 മിനിറ്റെങ്കിലും നടക്കണം. അത് വളരെ ആരോഗ്യത്തിന് നല്ലതാണ്. ഭക്ഷണശേഷം 10-15 മിനിറ്റ് നമ്മൾ നടന്നിരിക്കണം. പ്രത്യേകിച്ച് ഹെവി ഫുഡാണെങ്കിൽ അതെപ്പോഴും നമ്മളുടെ ആഗിരണത്തെ, ഭക്ഷണത്തിൻ്റെ ഡൈജഷനുമായിട്ട് വളരെ ബന്ധപ്പെട്ടായിരിക്കുന്നത്. നമുക്ക് വെയിറ്റ് കൂടാതിരിക്കാനൊക്കെ ഒത്തിരി സഹായിക്കും. എപ്പോഴും ഭക്ഷണങ്ങൾ, പ്രത്യേകിച്ച് കൂടിയ ഭക്ഷണങ്ങൾ കഴിഞ്ഞിട്ട് നമ്മൾ നടക്കുക. ആ നടക്കുന്നത് കുറഞ്ഞ ഒരു 15 മിനിറ്റ്, പറ്റുമെങ്കിൽ 20 അല്ലെങ്കിൽ 15 മിനിറ്റ് ആയാലും മതി. അത് വളരെ നല്ലത്. അതിനൊക്കെ ശേഷം വേണം നമ്മൾ കിടക്കാനൊന്ന്. അതുപോലെ തന്നെ നമുക്കെപ്പോഴും നടക്കാൻ പറ്റിയില്ലെങ്കിലും അല്ലെങ്കിൽ ഇതിന് സാധിച്ചില്ലെങ്കിലും നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക എന്നർത്ഥം. ഇത്രയൊക്കെ ഭക്ഷണത്തെപ്പറ്റി ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. കിട്ടുമ്പോഴൊക്കെ മധുരം, ഞങ്ങൾ പഞ്ചസാരയെപ്പറ്റി ഒരു വാക്ക് പറയാതെ എനിക്ക് നിർത്താൻ പറ്റിയില്ല. അതിനെ ഞങ്ങളിപ്പോൾ വൈറ്റ് പോയിസൺ എന്നാണ് വിളിക്കുന്നത്. പഞ്ചസാര ധാരാളം അടങ്ങിയ പാനീയങ്ങളുണ്ട്. പഞ്ചസാര എന്നുള്ളത് ഇപ്പോൾ വൈറ്റ് പോയിസണായി കഴിഞ്ഞു. പഞ്ചസാര ഒഴിവാക്കുക എന്ന് പറയുന്നു. പഞ്ചസാര, മധുരപലഹാരങ്ങൾ, പഞ്ചസാര കൊളസ്ട്രോളായിട്ട് പരിവർത്തനം ചെയ്യുന്നു ശരീരത്തിൽ. പഞ്ചസാര കൂടുമ്പോൾ ഡയബറ്റീസ്, പ്രമേഹം ഉണ്ടാകാനുള്ള സാധ്യത ഉയരുന്നു. പഞ്ചസാര കൂടുമ്പോൾ നിങ്ങളുടെ അമിതവണ്ണം ഉണ്ടാകുന്നു, ഭാരം കൂടുന്നു. കൊഴുപ്പ് കഴിച്ചു കൂടുന്നതിനേക്കാളും ശീഘ്രഗതിയിൽ മധുരം കഴിക്കുമ്പോൾ വണ്ണം കൂടുന്നു. വണ്ണം കുറയ്ക്കാൻ എൻ്റെ അടുത്ത് രോഗികൾ ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നത്, നിങ്ങൾ ആദ്യം പഞ്ചസാര കട്ട് ഡൗൺ ചെയ്യുക, എന്നിട്ട് കൊഴുപ്പ്. അത് കാരണം അത്രമാത്രം വെയിറ്റ് കൂടുന്നു. ഇത്രയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഏകദേശമൊക്കെ ഭക്ഷണത്തെ പറ്റിയായി. ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ കൂടി, നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞ സാഹചര്യത്തോട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നമ്മൾ എപ്പോഴാണ് ഒരു ഡോക്ടറെ കാണേണ്ടത്? ഹൃദയ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് തോന്നുമ്പോൾ എപ്പോഴായിരിക്കും നമ്മളൊരു ഡോക്ടറെ കാണേണ്ടത്? അതാണ് നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് തോന്നുമ്പോഴല്ല കാണേണ്ടത്. നമ്മൾ പ്രശ്നമില്ലെങ്കിലും നമ്മളൊരു നിയോഗം പോലെ ഇയർലി ചെക്കപ്പ്സ് ചെയ്യുക. ഇയർലി ചെക്കപ്പ്. നമുക്ക് പ്രശ്നം ഉണ്ടാകണം, നമുക്ക് ശ്വാസം മുട്ടലുണ്ടാകണ്ട, നെഞ്ചുവേദന ഉണ്ടാകണ്ട, എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നം, നമുക്ക് എന്തെങ്കിലും അക്യൂട്ടായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ കാണുക എന്നുള്ളതല്ലാതെ ഹൃദയ സംബന്ധമായിട്ട് നമുക്ക് ഉള്ള ഒരു ആനുവൽ പ്രിവെൻറ്റീവ് ചെക്കപ്പ് എന്നുള്ളത് വർഷത്തിലൊന്നെങ്കിലും നമ്മൾ പോവുകയും, നമുക്കൊരു അസുഖമില്ല, ഞാൻ എക്സിക്യൂട്ടീവ് ചെക്കപ്പ് എന്നൊക്കെ ഞങ്ങൾ പറയും. എല്ലാ ഹോസ്പിറ്റൽസിലും ഉണ്ട് എക്സിക്യൂട്ടീവ് ചെക്കപ്പ്സ്. കൂടി വന്നാൽ 3000 രൂപ 4000 രൂപ ഒക്കെ വരുള്ളതിന്. അതിന് നമ്മൾ കംപ്ലീറ്റ് ബ്ലഡ് സ്ക്രീനിങ് ചെയ്യും, ഒരു എക്കോ ചെയ്യും, അൾട്രാസൗണ്ട് വേണ്ടി വന്ന് ചെയ്യും. പിന്നെ സ്ത്രീകളാണെങ്കിൽ ഗൈനക് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് പോയി ഒരു പരിശോധന വേണം എന്തെങ്കിലും. അല്ലെങ്കിൽ ട്രെഡ്മിൽ ടെസ്റ്റ് ചെയ്യും നമ്മൾ. ഇനി ശ്വാസ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ പൾമണോളജിസ്റ്റിൻ്റെ അടുത്ത് നോക്കാം. അതൊക്കെ സൂപ്പർ സ്പെഷ്യാലിറ്റീസ് ആവശ്യമുണ്ടെങ്കിൽ. അല്ലെങ്കിൽ നമ്മളിങ്ങനെയുള്ള അത്യാവശ്യമുള്ള രക്തം പരിശോധിക്കുക, ട്രെഡ്മിൽ ടെസ്റ്റ് ചെയ്യുക. അതൊക്കെ ഒരു 20-25-30 കഴിയുമ്പോൾ ഞങ്ങളിപ്പോൾ പറയാറുണ്ട്. പണ്ടൊക്കെ ഒരു 40-50 മതിയായിരുന്നു. ഇപ്പോൾ എല്ലാ രോഗങ്ങൾ കുറയുന്നതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു 30 കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് ആനുവൽ ചെക്കപ്പ് ചെയ്യണം. ഒരു എക്കോയെ, ട്രെഡ്മില്, രക്തപരിശോധന സമ്പൂർണ്ണമായിട്ട്, വേറെ എന്തെങ്കിലും ആമാശയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അൾട്രാസൗണ്ട്, ഇത് ചെയ്തിട്ട് കൂടുതലുള്ളതെല്ലാം പരിധിക്കുക. പ്രഷർ അളക്കുക, പ്രഷർ കൂടുതലുണ്ടെങ്കിൽ തന്നെ ക്രമീകരിക്കണം. വേണ്ടി വന്നാൽ മരുന്ന് കഴിക്കണം. മരുന്ന് കഴിച്ചാൽ ഡോക്ടറെ എപ്പോഴും മരുന്ന് കഴിക്കണ്ടേ എന്നുള്ള ചോദ്യം ദയവ് ഇത് ചോദിക്കരുത്. അത് ഡോക്ടറാണ് നിശ്ചയിക്കേണ്ടത്. അതിനുശേഷം പ്രമേഹമുണ്ടെങ്കിൽ ഭക്ഷണവും മരുന്നും, കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ ഭക്ഷണവും മരുന്നും. നിങ്ങളുടെ വെയിറ്റ് കുറയ്ക്കണം. വെയിറ്റ് അപ്പോൾ അളക്കും. വെയിറ്റ് കൂടുതലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വെയിറ്റ് ഇറ്റ്സെൽഫ് ഈസ് ആൻ ഇൻഡിപെൻഡൻറ്റ് റിസ്ക് ഫാക്ടർ. അത് കുറയ്ക്കണം. കൂടാതെ ബാക്കി ഉറങ്ങുന്നില്ലെങ്കിൽ അതേപ്പറ്റിയുള്ള കൗൺസിലിംഗ് നിങ്ങൾക്ക് കിട്ടും. ഉറങ്ങണം. അങ്ങനെ എല്ലാം സ്ട്രെസ്സ് കുറയ്ക്കാനുള്ള സ്ട്രെസ് മാനേജ്മെൻറ്റ് ടെക്നിക്സിനെ പറ്റി പറയും. അതിന് വേണമെങ്കിൽ ഒരു സൈക്കോളജിക്കൽ കൗൺസിലറുടെ അടുത്ത് വരും. ഡോക്ടറെ, എനിക്ക് ഭയങ്കര സ്ട്രെസ്സാണ്, രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല, ഇതാണെന്ന് പറയുമ്പോൾ ഉടനെ ഞങ്ങളൊരു കൗൺസിലറുടെ അടുത്തേക്ക് വിടും. അല്ലെങ്കിൽ ഞങ്ങൾ തന്നെയൊക്കെ കുറച്ച് പറയും. ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് ഹൃദ്രോഗത്തെ വലിയൊരു പരിധി വരെ നമുക്ക് പിടിയിലൊതുക്കാൻ പറ്റും. ഹൃദ്രോഗം എന്ന് പറഞ്ഞാൽ നാം ഓർക്കണം, അത് പിടിപെട്ടാൽ ഏതാണ്ട് മരണം ഇങ്ങനെ കൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മരണത്തെ മാറ്റിവെക്കാനേ പറ്റൂ. നമുക്ക് എന്തൊക്കെ ആക്രാന്തം പിടിച്ച് ചികിത്സ ചെയ്താലും അത് മാറ്റിവെക്കുന്നു. അപ്പോൾ അതിലേക്ക് വരാതിരിക്കാനുള്ള പദ്ധതികളും ക്രിയാത്മകമായ പല കാര്യങ്ങളും ഉള്ളപ്പോൾ എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെയുള്ളപ്പോൾ കുഴപ്പമില്ല. നാം ഇതൊക്കെ ചെയ്യുക, കൃത്യമായിട്ടുള്ള ചെക്കപ്പുകൾ ചെയ്യുക.
എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പം ഡോക്ടർമാരെ കിട്ടുക ലോകത്തിൽ എവിടെ പോകുന്നതിനേക്കാൾ എളുപ്പമായിട്ട് ഇവിടെ ഏതെങ്കിലും സ്പെഷ്യലിസ്റ്റിനെ കാണാൻ ഏറ്റവും എളുപ്പമുള്ള ഒരു സ്ഥലമാണ് ഇന്ത്യ. ഒരു അമേരിക്കയിലോ UK വേറെ എവിടെ പോയാലും പെട്ടെന്ന് സ്പെഷ്യലിസ്റ്റുകളുടെ അടുത്തേക്ക് പോകാൻ പറ്റില്ലെന്ന് ഓർക്കണം നിങ്ങൾ. ഇന്ത്യയിൽ അതൊക്കെ വളരെ എളുപ്പമാണ്. ഒരൊറ്റ ഒരു 250, 300, 400 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഏത് കാർഡിയോളജിസ്റ്റിനെ കാണാം വേണമെങ്കിൽ. കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹം എല്ലാം പറയും. ഇതായിരിക്കണം. അപ്പം അറിവിലൂടെ ആരോഗ്യം എന്നാ പറയുന്നത്. അറിവിലൂടെ ആരോഗ്യം. അജ്ഞത ഒന്നിൻ്റെ ഒരു പരിഹാരമല്ലെന്ന് ഓർക്കണം. അജ്ഞത ഒരു എസ്കേപ്പിസോ അല്ല. അപ്പോൾ നിങ്ങൾ അറിയണം, അറിഞ്ഞിട്ട് വർജിക്കേണ്ടത് വർജിക്കണം, തള്ളേണ്ടത് തള്ളി, സ്വീകരിക്കേണ്ടത് സ്വീകരിച്ച് ഡോക്ടർമാർ പറയുന്ന കേൾക്കുകയും വിശ്വസിക്കുകയും ചെയ്ത് നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾ സമ്പൂർണ്ണമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. അതാണ് എനിക്ക് പറയാനുള്ളത്.